സഭ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് പാസീവായിട്ട് കുറേ ആളുകൾ വന്ന് കൂടിയിരുന്ന് പാട്ടും പാടി ആരാധിക്കുന്ന അല്ല സഭ. കുറേ ആൾ കൂടുന്നതോ എല്ലാ ആഴ്ചയും ഞായറാഴ്ചയല്ലേ എന്ന് വെച്ച് പള്ളിയിൽ പോയി തിരിച്ചു വരുന്ന അതല്ല സഭ. സഭ ദൈവം ഈ ഭൂമിയിൽ സഭയെ വളരെ ഉന്നതമായ ഒരു പൊസിഷനിലാണ് വച്ചിരിക്കുന്നത്. ഈ സഭയുടെ ഈ പൊസിഷൻ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മൾ യഥാർത്ഥമായും ആ ദൈവിക പർപ്പസിൽ മുന്നോട്ട് പോകത്തുള്ളൂ. സഭയുടെ വളർച്ചയും അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ദിവസങ്ങളിൽ സഭ വളരുവാനായിട്ട് പോവുകയാണ്. സഭയ്ക്കുള്ളൊരു ബേസ്മെൻ്റ് ആണ് ഇന്നത്തെ ഈ മെസ്സേജ്. സോ വരും ദിവസങ്ങളിൽ ഈ സഭയുടെ ഗ്രോത്ത് വരാൻ പോകുന്നതിൻ്റെ ഒരു ഫൗണ്ടേഷണൽ മെസ്സേജാണിത്. ഇത് നമ്മുടെ മനസ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്, സഭ ഈ ഭൂമിയിൽ ദൈവം വെച്ചിരുന്നൊരു പൊസിഷനുണ്ട്. ഇത് ഒരു ഒട്ടും താഴെയുള്ള പൊസിഷനല്ല, വളരെ ഉന്നതമായ പൊസിഷനാണ്. ഹല്ലേലൂയ. ശ്രദ്ധയോടെ കേട്ടാട്ടെ. നമുക്ക് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം പറയുമ്പോൾ അവിടെ വായിക്കും എഴുതിയിരിക്കുകയാണ്, ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനത്തെ ഈവൻ ഏഞ്ചൽസ് പോലും, സ്വർഗീയമായ ദൂതന്മാരും സ്വർഗീയ വാഴ്ചകളും പോലും സഭയിൽ നിന്ന് പഠിക്കുവാനായി ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം വെളിപ്പെട്ടിരിക്കുന്നത് ദൂതന്മാർക്കല്ല, സഭയ്ക്കാണ്. അപ്പോൾ സഭയ്ക്ക് ദൈവം കൊടുക്കുന്ന വലിയ പ്രിവിലേജാണ് ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം. അതായത് ദ മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് എന്നാണ്. ദൈവത്തിൻ്റെ പലവിധമായ ബഹുവിധമായ ജ്ഞാനത്തെ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സഭയ്ക്കാണ്. ഈ സഭയിലൂടെയാണ് സ്വർഗീയ ദൂതന്മാരും വാഴ്ചകളും അധികാരങ്ങളും അവർ പോലും ദൈവത്തിൻ്റെ ജ്ഞാനത്തെ മനസ്സിലാക്കുന്നത് സഭയിൽ നിന്നാണ്. അപ്പോൾ സഭയുടെ പൊസിഷൻ നോക്കി വളരെ ഉന്നതമാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാറുണ്ട്, പലപ്പോഴും പോസ്റ്റ് നമുക്ക് കേൾക്കുമ്പോൾ വളരെ നല്ലതായിട്ടൊക്കെ തോന്നും. സാധാരണ ചിലർ പറയാറുണ്ട്, എന്നെ രക്ഷിക്കുന്നത് സഭയല്ല, യേശുവാണ്. ചർച്ച് ഈസ് നോട്ട് മൈ സേവിയർ ബട്ട് ജീസസ് ഈസ്. കേൾക്കുമ്പോൾ കൊള്ളാം, സംഭവമൊക്കെ ഓക്കെയാണ്. നമ്മളും വിചാരിക്കും ശരിയാണ്, നമ്മളും അതിന് ലൈക്കൊക്കെ അടിച്ച് കമൻ്റൊക്കെ ചെയ്യും. ഞാനും ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. പക്ഷേ എന്നെ കർത്താവ് ഉപദേശം പഠിപ്പിക്കുകയാണ്. സത്യത്തിൽ അതൊരു ആൻറ്റി ക്രൈസ്റ്റ് സ്പിരിറ്റിൽ വരുന്ന സാധനമാണ്. എതിർ ക്രിസ്തുവിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്രിസ്തുവിനെതിരായിട്ടുള്ളൊരു സ്പിരിറ്റാണ്. കാരണം ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ നോക്കിയാൽ ഒരു ഉപദ്രവമില്ലാത്തൊരു സെൻറ്റൻസാണ്, സഭ അല്ല എന്നെ രക്ഷിക്കുന്നത്, ജീസസ് ആണ്. കേൾക്കുമ്പോൾ രസമുണ്ട്. പക്ഷേ ഈ സഭ എന്ന് പറയുന്നതിൻ്റെ വാല്യൂവിനെ കുറച്ച് കാണിക്കുവാനായി ഇന്ന് നേരിട്ടോ അല്ലാതെയോ ശത്രു നടത്തുന്ന ഒരു അറ്റാക്കിൻ്റെ ഒരു ഭാഗമായിട്ടൊരു സെൻറ്റൻസ് ആയിട്ടാണ് പരിശുദ്ധാത്മാവ് എനിക്കിത് വെളിപ്പെടുത്തിയത്. പൊതുവെ സോഷ്യൽ മീഡിയ നോക്കിയാൽ സഭ എന്നതിനെക്കുറിച്ച് വളരെ വില കുറച്ച് കാണുന്ന ഒത്തിരി ക്രിസ്ത്യാനികളുടെ മെസ്സേജുകൾ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ആർക്കും എന്തും ലൈവായിട്ട് വന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വളരെ കുറേ സമയത്തിൽ എന്തും പറയാൻ പറ്റുന്ന അവസരമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലരും സഭയെക്കുറിച്ചും പ്രത്യേകിച്ച് ദൈവം അപ്പോയിൻ്റ് ചെയ്യുന്ന ലീഡേഴ്സിനെ കുറിച്ചും ഒക്കെ എന്തും വായിൽ തോന്നുന്ന എന്തും പറയുന്ന കാലമാണ്. അപ്പോൾ സഭ എന്നതിനെക്കുറിച്ച് പലരും ഡീഗ്രേഡ് ചെയ്ത് ഇന്ന് ഒരു സാധാരണ ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റി. പലരും പറയാറുണ്ട്, സഭ അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, എനിക്ക് യേശുവാണ് വലുത്. ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സാത്താൻ്റെ ഒരു ദുരുപദേശമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഒരു വാക്യം വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല ഒരു ദേഹം അത്രേ. എന്നോട് ചേർന്ന് പറഞ്ഞേ, പിന്നെ അവർ രണ്ടല്ല ഒരു ദേഹം അത്രേ. പിന്നെ അവർ ഉറക്കെ പറയാം, പിന്നെ അവർ രണ്ടല്ല ഒരു ദേഹം അത്രേ. അടുത്ത വാക്യം, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ദൈവം യോജിപ്പിച്ചതിനെ, ഉറക്കെ പറഞ്ഞ, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ഹല്ലേലൂയ. സാധാരണ ഇതിൽ കല്യാണത്തിൻ്റെ സന്ദർഭങ്ങളിലൊക്കെ പറയാനും കല്യാണത്തിൻ്റെ കാർഡിൽ അച്ചടിക്കാനും ഒക്കെ പറ്റുന്നൊരു വാക്യമാണ്. പക്ഷേ തുറന്ന് മറ്റൊരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം, പൗലോസ് പറയുന്ന ഒരു വാക്യം വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം, എഫേസ്യർ 5 അതിൻ്റെ 31-32 വാക്യങ്ങൾ. അതു നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തെ അതേപോലെ ഇവിടെ പൗലോസ് കോട്ട് ചെയ്യാണ്. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. പിന്നെ അവർ രണ്ടല്ല ഒന്നത്രേ. ഈ മർമ്മം വലിയത്, ഇതൊരു രഹസ്യമാണ്, വലിയതാണ്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശത്രേ അങ്ങനെ പറയുന്നു. അതായത് ക്രിസ്തുവും സഭയും പിന്നെ രണ്ടല്ല ഒന്നത്രേ. ക്രിസ്തു തല,
ശരീരം സഭ. ആകയാൽ ദൈവം ഒന്നിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ സഭയ്ക്ക് എതിരെ പറയുമ്പോൾ, ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുമ്പോൾ വളരെ ക്ലാരിറ്റി മനസ്സിലാകണം. അതൊരു ബിൽഡിംഗ് അല്ല, ഒരു റിലീജിയസ് ബിൽഡിംഗ് അല്ല സഭ. സഭ എന്ന് പറയുന്നത് യേശുവിനെ കർത്താവ് രക്ഷിതമായി സ്വീകരിച്ച വിശ്വാസികളുടെ കൂട്ടമാണ് സഭ. ആ ഗാദറിംഗ് ആണ് സഭ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യേശു പറഞ്ഞു, 2-3 പേർ. സഭയ്ക്കുള്ള മിനിമം കോറം 2 അല്ലെങ്കിൽ 3. ആയിരങ്ങൾ വേണമെന്നില്ല. നിങ്ങളുടെ ഭവനത്തിൽ കൂടിയാലും സഭയാണ്. കാരണം ആദിമ കാലഘട്ടത്തിൽ, സഭയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ബിൽഡിങ്ങുകളില്ലായിരുന്നു. അവർ വീട്ടിൽ കൂടി വന്ന് അപ്പം നുറുക്കുമായിരുന്നു. അത് സഭയായിരുന്നു. നിങ്ങളുടെ ഭവനങ്ങളിൽ ഭവന പ്രാർത്ഥനയിൽ കൂടുന്നത് സഭയാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ, അതാണ് പ്രത്യേകത. യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ അവരുടെ മധ്യേ ഉണ്ട്. ഒരു സഭയെ അതിൻ്റെ വാല്യൂ ആക്കി മാറ്റുന്നത്, അതിൻ്റെ പ്രാധാന്യം ഉണ്ടാക്കുന്നത് അതിൻ്റെ മധ്യ ആയിരിക്കുന്ന അതിൻ്റെ തലവനാണ്. ഹല്ലേലൂയ. യേശു പറയുകയാണ്, ഞാൻ അതിൻ്റെ മധ്യേ ഉണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട്. അപ്പോൾ സഭ എന്ന് പറയുന്നത്, പലപ്പോഴും പലരും പറയും സഭയ്ക്കെതിരെ പലതും പറയും. യേശുവാണ് വലുതെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു പുരുഷൻ അദ്ദേഹം സ്നേഹിക്കുന്ന ഭാര്യയെ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് മോശമായി നിങ്ങൾ പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് മോശമായി പറയുകയാണെങ്കിൽ, നിങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും നല്ലത് പ്രതീക്ഷിക്കുമോ? ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനും നിങ്ങൾക്കൊരു കാര്യം നല്ലത് ചെയ്തു തരത്തുമില്ല. എന്തുകൊണ്ട്? അദ്ദേഹം ഭാര്യയെ സ്നേഹിക്കുന്നു. ക്രിസ്തു തൻ്റെ സഭയെ സ്നേഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ അത് വിശ്വാസികളുടെ കൂട്ടമാണ്. അവർ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി വരുന്നതാണ്. അതിനെതിരെയായിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അത് ക്രിസ്തുവിനെതിരെ പറയുന്നതാണ്. ആകയാൽ ദൈവം ഒരുമിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ഹല്ലേലൂയ. കുറച്ച് ബുദ്ധിമുട്ടാണ് ദഹിക്കാൻ. എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒത്തിരി ഇതിനെതിരെ ചിന്തിച്ച ഒരാളാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, അത് ആ ബിൽഡിംഗ് അല്ല. പക്ഷേ പ്രാധാന്യം, നിങ്ങൾ എവിടെ കൂടിയാലും, നിങ്ങൾ ഭവനത്തിൽ കൂടിയാലും അതിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട്. നിങ്ങൾക്കൊരിക്കലും ക്രിസ്തുവിനെയും സഭയെയും സെപ്പറേറ്റ് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. സാധാരണ നന്നായിട്ടറിയാം, യേശുവിനെ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയും ഒരു വിശ്വാസിയും യേശു ശപിക്കപ്പെട്ടവരെന്ന് പറയില്ല. പക്ഷെ അവൻ ക്രാഫ്റ്റിനെസ് ഉപയോഗിച്ച് ശത്രു സഭയ്ക്കെതിരെ വ്യക്തികളെ കൊണ്ട് പറയിക്കാൻ തുടങ്ങി. സഭയ്ക്കെതിരെ പറയുമ്പോൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അവൻ ക്രിസ്തുവിനെതിരെ പറയുകയാണ്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ സഭയുടെ സാങ്ക്ടിറ്റിയെ, സഭയുടെ പ്രാധാന്യത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഒത്തിരി പേര് സംസാരിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കൊരിക്കലും സഭയെയും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെയും തലയാകുന്ന ക്രിസ്തുവിനെയും വേർതിരിപ്പിക്കാൻ കഴിയത്തില്ല. അവർ ഒരു ശരീരമാണ്. അതുകൊണ്ട് നിങ്ങൾ സഭയ്ക്കെതിരെ പറയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെതിരെ പറയുകയാണ്. സൂക്ഷിക്കണം, നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണം. നിങ്ങൾ ഒരിക്കലും, പലപ്പോഴും നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അത് കാരണം നിങ്ങൾ ഒരിക്കലും പലപ്പോഴും ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ വച്ചിരിക്കുന്ന സിസ്റ്റത്തിനെതിരെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിങ്ങൾ തടയുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങളായിരിക്കുന്ന സഭയിൽ നിങ്ങളെ ലീഡ് ചെയ്യാൻ ദൈവം വച്ച വ്യക്തിയാൽ ദൈവത്താൽ അപ്പോയിന്റ് അല്ലാൻ തോന്നിയാൽ ജസ്റ്റ് സിംപ്ലി വാക്ക് ഔട്ട്. നിങ്ങൾ പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരിക്കലും അവിടെ ഇരുന്ന് അതിനെതിരെ സംസാരിക്കാൻ നിൽക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരവും ക്രിസ്തുവിൻ്റെ മണവാട്ടിയുമാണ്. ഹല്ലേലൂയ, മണവാട്ടിയാണ്. പലപ്പോഴും ഇത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒത്തിരി കാണുന്നുണ്ടോ എന്ന് പറയുകയാണ്. സാത്താൻ ഹവ്വയുടെ അടുത്ത് വന്നു, ആദമിൻ്റെ ഭാര്യയായ ഹവ്വയുടെ അടുത്ത് നിന്ന് പറ്റിച്ചതുപോലെ എന്നും ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിരിക്കുന്ന സഭയെ പലപ്പോഴും പറ്റിക്കുന്നയാൾ ഇത്തരത്തിൽ ചില ഉപദേശങ്ങളെ കൊടുത്തിട്ട്. ചിലർ പറയാറുണ്ട്, എനിക്ക് കൂട്ടായ്മയുടെ ആവശ്യമൊന്നുമില്ല, ഞാനും ദൈവമായിട്ട് ഡയറക്റ്റ് ഭയങ്കര ബന്ധമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അങ്ങനെ പറയുന്ന ഈ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ഒരു ഫെലോഷിപ്പിലും പോകുന്നില്ല, ദൈവമുള്ള ഒരു കൂട്ടായ്മയും ഇല്ലാതെ ഞാൻ ദൈവമായിട്ടുള്ള ഭയങ്കര ബന്ധത്തിലാന്ന് പറയുന്നത് അയാൾ എത്ര തന്നെ ആയി പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഒരിക്കലും അദ്ദേഹത്തെ യഥാർത്ഥമായി ബ്ലസ്ഡ് ആയിട്ട് കാണാൻ കഴിയത്തില്ല. കാരണം ദൈവം ഒരു സിസ്റ്റത്തിലാണ് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദൈവരാജ്യൊരു സിസ്റ്റമുണ്ട്, അതിൻ്റെതായ ഒരു ഓർഡറുണ്ട്, അതിൻ്റെതായ അതോറിറ്റി ലെവലുകളുണ്ട്. കൃത്യമായ സിസ്റ്റത്തിലാണ് എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. നോക്കി, ഡിസംബർ ആകുമ്പോൾ തണുപ്പ് വരും, ശരിയല്ലേ? ഏപ്രിൽ ആകുമ്പോൾ ചൂട് വരും, രാവിലെ ആകുമ്പോൾ സൂര്യൻ ഉദിക്കും, രാത്രി ആകുമ്പോൾ അത് അസ്തമിക്കും.
ഭൂമി മുഴുവൻ ഒരു സിസ്റ്റത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ മുഴുവൻ നിർമ്മിച്ച ദൈവം തൻ്റെ രാജ്യത്തെ വച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ്. വ്യക്തമായ സിസ്റ്റമുണ്ട്. ദൈവത്തിൻ്റെ രാജ്യത്തിന് വ്യക്തമായ സിസ്റ്റമുണ്ട്. ഒരിക്കലും നമുക്ക് അതിനെ ആൾട്ടർ ചെയ്യാൻ കഴിയത്തില്ല. ദൈവം തൻ്റെ സഭയെ ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ ഒരു പ്രതിനിധിയായി, സ്വർഗത്തിൻ്റെ ഒരു ഗവൺമെൻറ് ആയിട്ടാണ് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അതിൻ്റെതായ ഒരു സിസ്റ്റമുണ്ട്. ചർച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആർക്കും ഞായറാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ എപ്പോഴെങ്കിലും പോയി ഒരു എൻ്റർടൈൻമെൻറ്റുള്ള സ്ഥലമല്ല. ചർച്ച് എന്ന് പറയുന്നത് ട്രെയിനിങ്ങിനുള്ള സ്ഥലമാണ്. ക്രിസ്തുവിൽ നിങ്ങളെ വളർത്തുന്ന, നിങ്ങളെ ബിൽഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. എ പ്ലേസ് ടു എക്വിപ്പ് യു ടു ഗ്രോ ഇൻ മൈൻഡ്. ശക്തിയോടെ ക്രിസ്തുവിൽ വളർന്നു വരുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുന്ന, അല്ലെങ്കിൽ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് വളരുന്ന, ഒരിക്കലും താഴോട്ടല്ല ഉയർച്ച തന്നെ പ്രാപിക്കുന്ന ഒരു സ്ഥലമാണ് സഭ. അതിനുള്ളൊരു സ്ഥലമാണ് സഭ. നിങ്ങളെ വളർത്തുന്ന സ്ഥലമാണ് സഭ. ഒരിക്കലും ഇങ്ങനെ ഒരു ദിവസം പറയുണ്ടായി, അതിന് ഒരു മറ്റൊരു ചർച്ചിലെ പാസ്റ്റർ ലെറ്റർ എഴുതി, നിങ്ങൾ എൻ്റെ ആടുകളെ മോഷ്ടിക്കുകയാണ്. മനസ്സിലായിട്ടുണ്ടാവും. അതായത് ആ ചർച്ചിൽ നിന്ന് കുറേ ആളുകളൊക്കെ ഈ സഭയിലേക്ക് വന്ന് ചേരുകയാണ്. അതുകൊണ്ട് പാസ്റ്റർ എഴുതി, ഹലോ പാസ്റ്റർ, നിങ്ങൾ എൻ്റെ ആടുകളെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. തിരിച്ച് ഈ പാസ്റ്റർ എഴുതിയ മറുപടി ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളുടെ ആടുകളെയല്ല മോഷ്ടിച്ചത്, നിങ്ങളുടെ ആടുകൾ എൻ്റെ പുല്ലാണ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഞാൻ എൻ്റെ ഗാർഡനിൽ, എൻ്റെ സഭയ്ക്കകത്ത് ഞാൻ നല്ല പുല്ല് നട്ട് വളർത്തി, നല്ല വേലിയും കെട്ടിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ആടുകൾ ഒന്നും കഴിക്കാതെ മെലിഞ്ഞുണങ്ങിയിരുന്നുകൊണ്ട് ആ വേലിക്കിടയിലുള്ള ചെറിയ ഗ്യാപ്പിലൂടെ നുഴഞ്ഞ് അവരകത്ത് കയറി വന്ന് എൻ്റെ പുല്ല് മൊത്തം തിന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴോ അവർ ഭക്ഷിച്ച് നല്ല തടിയന്മാരായി. ഇപ്പം പുറത്ത് പോകണമെന്ന് വിചാരിച്ചാൽ പോലും പോകാൻ പറ്റാതെ, അവർക്ക് അതുവഴി തിരിച്ചു പോകാൻ പറ്റാതെ അവർ അകത്ത് കെട്ടിരിക്കുക. എൻ്റെ കുറ്റമല്ല. ഇതുപോലെയാണ് ചിലയിടത്തൊക്കെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കാത്ത കാരണം പലരും ഇറങ്ങിപ്പോകുന്നു. അത് അവരുടെ കുറ്റമല്ല, അവർക്ക് അതിനുള്ള ദാഹമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ കാണുന്നുണ്ട് ചർച്ചുകളിലൊക്കെ പാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, പല അച്ഛന്മാരായിക്കോട്ടെ, മറ്റ് ആരാധനകളിൽ പോകുന്ന ആൾക്കാരെ വഴക്ക് പറയുക. വഴക്ക് പറയേണ്ട കാര്യമില്ല. അവർക്ക് ഭക്ഷണം കൊടുത്താൽ അവരവിടെ നിൽക്കും. കൃത്യമായത് കൊടുക്കണം. അവരുടെ ന്യൂട്രീഷണൽ ഫുഡ് കൊടുത്താൽ അവർ വളരും. ആത്മാവിൽ വളരാനുള്ള മായമില്ലാത്ത പാൽ കൊടുക്കണം, കട്ടിയായ ആഹാരം കൊടുക്കണം. ഇല്ല എങ്കിൽ അവർ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ഭക്ഷിക്കും. അവർ തടിയന്മാരാവും, അവർ ആത്മാവിൽ വളരും. അതല്ലേ വേണ്ടത്. അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ഞാൻ ആരെയും കുറ്റം പറയുമല്ല, കറക്റ്റാണ്. നമുക്കും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഒത്തിരി പേര് കേൾക്കുന്നതാണ്. പരസ്പരം കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് എന്താണ് ആവശ്യമെന്ന് നോക്കുക, അവരെ ഫീഡ് ചെയ്യുക. ഇടയന്മാർ ചെയ്യേണ്ടത് ആടുകൾക്ക് ആവശ്യമായത് കൊടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന, കർത്താവേ, ഈ സഭയെക്കുറിച്ചുള്ള ഫ്രഷ് ആയിട്ടുള്ള വെളിപ്പാടുകൾ നൽകണപ്പാ. എന്താണ് അങ്ങയുടെ സഭ എന്നതിനെ കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്നത്? ചർച്ചിനെ ആദ്യം പറഞ്ഞില്ലേ, ഒരു പാസീവ് ആയിട്ടുള്ള ഗ്യാതറിംഗ് അല്ല, ഇതൊരു ആക്റ്റീവ് ആർമിയാണ്. സ്വർഗത്തിൻ്റെ ഒരു ആക്റ്റീവ് ആർമിയാണ്. ഈ ഭൂമിയിൽ സ്വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആർമിയാണ്. അതിൻ്റെ ഡെപ്തും ഗത്തും മനസ്സിലാക്കാൻ അറിയത്തില്ല. വ്യക്തമായ പ്രോപ്പറുള്ള ഓർഡർ ഉണ്ട്, റാങ്ക് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, അതോറിറ്റി ഉണ്ട്. ബാക്ക്ഡ് ബൈ ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തിയാൽ ബാക്കപ്പ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു ഒരു ആർമിയാണ് ടു ടേക്ക് ഓവർ ദ എർത്ത്. ഈ ഭൂമിയെ മുഴുവൻ കൈവശമാക്കുവാനായി, അതിനെ മുഴുവൻ ഓവർടേക്ക് ചെയ്യുവാനായിട്ട് ദൈവം ആക്കി വച്ചിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് സഭ. ഹല്ലേലൂയ. യേശു ഈ ഭൂമിയിൽ വന്ന് ഇവിടുത്തെ കൾച്ചറിനെ കീഴിൽ ജീവിക്കാനല്ല, ഇവിടുത്തെ കൾച്ചറിനെ സ്വർഗത്തിൻ്റെ കൾച്ചർ കൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പം എന്താ ചെയ്യുക? ചായ കുടിക്കും അല്ലേ? നമ്മുടെ ഋഷി മുനിമാരില്ലേ, അവർ ചായ കുടിച്ചിരുന്നോ? എവിടെയും വായിച്ചിട്ടുണ്ടോ നിങ്ങൾ കുടിക്കാറില്ലേ? ഞാൻ കുടിക്കാറുണ്ട്. എന്തുകൊണ്ടാ? നമുക്കിത് എവിടെ നിന്ന് കിട്ടി? നമ്മെ കോളനൈസ് ചെയ്ത ബ്രിട്ടീഷുകാരുടെ ശീലമായിരുന്നു ഈ ചായ കുടി. അവരുടെ പോയിട്ട് വർഷം കുറേ ആയി, നമ്മൾ ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്നാ? അവരുടെ കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്യും. അവരിവിടെ വന്ന് നമ്മുടെ കൾച്ചർ അഡോപ്റ്റ് ചെയ്യുകയല്ല, അവരുടെ കൾച്ചറിനെ ഇവിടെ ഇമ്പോസ് ചെയ്തു. നമ്മളിന്ന് ധരിക്കുന്ന ഷർട്ട്, പാൻറ്റ്, ഇതെല്ലാം എവിടുത്തെ കൾച്ചറാണ്? ടൈ, ഷൂ, ബ്രിട്ടീഷ് കൾച്ചറാണ്. നമ്മളിന്ന് ഓടിക്കുന്ന വണ്ടി എന്തുകൊണ്ടാണ്? റൈറ്റ് സൈഡ് ഡ്രൈവിംഗ്. അമേരിക്കയിലൊക്കെ ലെഫ്റ്റ് സൈഡ് അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മെ കോളനൈസ് ചെയ്ത് അമേരിക്കയല്ല, ബ്രിട്ടീഷുകാരായതുകൊണ്ടാണ്. അവരുടെ അതേ കൾച്ചറിനെയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഈ ഭൂമിയുടെ കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്യാനല്ല, സ്വർഗത്തിന്റെ കൾച്ചറാൽ ഈ ഭൂമിയെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് സഭ ചെയ്യുന്ന അറിയോ? അടുത്തുള്ളവരെ നോക്കി പഠിക്കുക, അവിടുത്തെ പൊളിറ്റിക്സ് നോക്കി പഠിക്കുക. പൊളിറ്റിക്സ് എങ്ങോട്ട് പോകും അങ്ങോട്ട് സഭ പോകും. പൊളിറ്റിക്സ് എങ്ങോട്ട് പോകുന്നതനുസരിച്ച് സഭയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുക. അത് കാരണം നോ ഇമ്പാക്റ്റ്. സ്വർഗം ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്സ് എന്നല്ല, ഈ ഭൂമിയെ മുഴുവൻ ഇമ്പാക്ട് ചെയ്യുന്ന സ്വർഗത്തിന്റെ കൾച്ചറിനെ ഇവിടെ ഇമ്പാക്ട് ചെയ്യാനാണ് ഈ ഭൂമിയിൽ ദൈവം സഭയെ വച്ചിരിക്കുന്നത്. സഭയുടെ പ്രാർത്ഥന എത്രമാത്രം വലുതാണ്.
സഭ എന്ന് പറയുന്നത് ഇൻവിസിബിളായി, കാണാത്ത ദൈവരാജ്യത്തിന്റെ വിസിബിൾ ആയിട്ടുള്ള റെപ്രസെന്റേഷനാണ്. ഇറ്റ് ഈസ് ദ വിസിബിൾ റെപ്രസെന്റേഷൻ ഓഫ് ഇൻവിസിബിൾ ഹെവൻലി കിങ്ഡം. ദൈവരാജ്യം, നമുക്ക് കണ്ണാൽ കാണാൻ കഴിയാത്ത ദൈവരാജ്യത്തിന്റെ കാണുന്ന വിസിബിൾ ആയിട്ടുള്ള റെപ്രസെന്റേഷനാണ് സഭ. ഒരു സാധാരണ ഒരു വർഷിപ്പ് സെന്റർ മാത്രമല്ല സഭ. സഭയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇറ്റ്സ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് വെച്ചാൽ നിയമനിർമ്മാണ സഭ. ഈ സഭ എന്ന വാക്ക് തന്നെ ആദ്യമായി പറയുന്നത് യേശു തന്നെയാണ്. യേശു മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്, പത്രോസ് സംസാരിക്കുന്ന ഒരു ഭാഗമാണ്, ഞാൻ എടുക്കാം. എന്നെടുത്ത് വചനം എടുത്തേ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. യേശു പറയുകയാണ്, പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, ശിഷ്യന്മാരോടെല്ലാം ചോദിക്കുവാണ്, യേശു ചോദിക്കുവാണ്, നിങ്ങൾ ആരാണെന്ന് പറയും, ഞാൻ ആരാന്നാ പറയുന്നത്? യേശുവിൻ്റെ ചോദ്യം പ്രസക്തമാണ്. യേശു ചോദിക്കുവാണ്, ഞാൻ ആരാണ്? അപ്പോൾ ചിലർ പറഞ്ഞു, നിങ്ങൾ അങ്ങ് ഇരമ്യാവാണെന്ന് ചിലർ പറയുന്നു, ഏലിയാവാണെന്ന് പറയുന്നു. അപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ പറ, നിങ്ങൾ ഞാൻ ആരാണെന്ന് പറയും? യേശുവിനെ കുറിച്ചുള്ള അവരുടെ വെളിപ്പാട് എന്താണ് എന്നാണ് യേശു ചോദിക്കുന്നത്. അപ്പോൾ പത്രോസ് പറയുകയാണ്, യേശുവേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അതിന് മറുപടിയായി യേശു പറഞ്ഞു, പത്രോസേ, നിനക്ക് സ്വർഗത്തിലെ എൻ്റെ പിതാവ് ഇത് വെളിപ്പെടുത്തിയതാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അവിടെയാണ് ആദ്യമായി സഭ എന്ന വാക്ക് യേശു പറയുന്നത്. അവിടെ ഉപയോഗിച്ച വാക്ക് എക്ലേഷ്യ എന്നാണ്. പലരും ചിന്തിച്ചിരിക്കുന്നത് പത്രോസ് എന്ന പാറയുടെ പേരിലാണ്, പുറത്താണ് ഈ സഭ പണിതെന്നാണ്. പീറ്റർ എന്ന വാക്ക്, അല്ലെങ്കിൽ പെട്രോസ് എന്ന വാക്കിനർത്ഥം വലിയ പാറ എന്ന അർത്ഥം. അവിടെ യേശു ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പെട്രോസ്, അല്ലെങ്കിൽ ഈ പാറ എന്ന് പറഞ്ഞിരിക്കുന്നത് പത്രോസ് എന്ന വ്യക്തിയല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ പത്രോസ് മരിക്കുമ്പോൾ ഈ സഭ ഇല്ലാതായി പോയേനെ. പത്രോസാണ് ഫൗണ്ടേഷൻ എങ്കിൽ, പത്രോസാണ് അടിസ്ഥാനമെങ്കിൽ, പത്രോസ് മരിക്കുമ്പോൾ അടിസ്ഥാനം പോയി സഭ വീഴുമായിരുന്നു. സഭ വീഴുകയല്ല ചെയ്ത്, സഭ വളർന്നുകൊണ്ടിരിക്കുക. അതിനർത്ഥം യേശു പറയുകയാണ്, ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വെളിപ്പാടുള്ള ആ വെളിപ്പാടാണ്, അതിൻ്റെ മേലാണ് ഞാൻ എൻ്റെ സഭയെ പണിയുന്നത്. അപ്പോൾ ദിസ് റെവലേഷൻ, ഈ വെളിപ്പാടിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. എക്ലേഷ്യ എന്ന വാക്കാണ് ഉപയോഗിച്ചത്. എക്ലേഷ്യ എന്ന് പറയുന്നത് ഒരു പുതിയ പദമല്ല. പഴയ കാലത്ത് ഒരു പുരാതന ഏതൻസിലും പിന്നീട് റോമിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് എക്ലേഷ്യ. അത് മതപരമായൊരു വാക്കൊന്നുമല്ല. വ്യക്തികൾ ഒരുമിച്ച് കൂടി ആ രാജ്യത്തിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന കൂട്ടത്തെയാണ് എക്ലേഷ്യ എന്ന് പറയുന്നത്. ഈ എക്ലേഷ്യ എന്ന ഈ പദമാണ് യേശുവിടെ സഭയ്ക്ക് ഉപയോഗിച്ചത്. സഭ എന്ന് പറയുന്നത് പാസീവായിട്ട് പാട്ടും പാടി കൈയടിച്ചു പോയി കണക്കും വായിച്ചു പോകുന്ന സ്ഥലമല്ല. ആ സഭ എന്ന് പറയുന്നത് അവിടെ സ്വർഗത്തിലെ ചില തീരുമാനങ്ങളെ ഈ ഭൂമിയിൽ നടപ്പിലാക്കുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ തീരുമാനങ്ങൾ യേശു തുറന്ന് പറയുന്നുണ്ട്, പത്രോസേ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണ്. നീ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിൽ അഴിയപ്പെടും, നീ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെടും. അതിനർത്ഥം സഭയ്ക്ക് ദൈവം കൊടുക്കുന്ന അധികാരം എന്ന് പറയുന്നത്, സഭയുടെ അധികാരം ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതല്ല, പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നതല്ല, ഗവൺമെന്റ് കൊടുക്കുന്നതല്ല അധികാരം. സഭയുടെ അധികാരം എന്നുള്ളത് സ്വർഗത്തിൻ്റെതാണ്. സ്വർഗം ബാക്കപ്പ് ചെയ്യാതെ ഒരു സഭയ്ക്കും അധികാരമില്ല. ഹല്ലേലൂയ. സ്വർഗം കൊടുക്കുന്ന അധികാരമാണ്. സ്വർഗം പറയുകയാണ്, നിങ്ങൾ ഈ ഭൂമിയിൽ കെട്ടുനോക്കിയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വർഗത്തിന്റെ കാണപ്പെട്ട റെപ്രസെന്റേഷൻ ആണ് സഭ. ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സ്വർഗം ആഗ്രഹിക്കുമ്പോൾ അത് നിവൃത്തിയാക്കേണ്ടത് സഭയാണ്. ദ എക്സിക്യൂട്ടീവ്, ദ ഗവേണിംഗ് ബോഡി, അതാണ് സഭ. നമ്മൾ കൂടി വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യമുണ്ട്. നമ്മൾ ഇവിടെ വന്ന് വെറുതെ ഇങ്ങനെ ഇരുന്ന് എന്തോ ചെയ്തിട്ട് പോവല്ല. നമ്മുടെ മധ്യേ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ട്. അവൻ നമ്മുടെ മധ്യേ ഉണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ഞാൻ സാധാരണ ഗവൺമെൻറ് നമ്മളിപ്പോൾ ഉത്തരവുകൾ ഇറക്കും. എല്ലാ ഉത്തരവിടുന്നത് ഇൻ ദ നെയിം ഓഫ് ഗവർണറാണ്, ബൈ ദ ഓർഡർ ഓഫ് ഗവർണർ. താഴെ എഴുതും, എല്ലാ ഉത്തരവ് താഴെ. ഗവർണർ അറിയുന്നത് പോലെ അദ്ദേഹം രാജ്ഭവനിലായിരിക്കുന്നത്. ഓർഡർ മുഴുവൻ ഇറങ്ങുന്നത് സെക്രട്ടേറിയറ്റിലാണ്. സെക്രട്ടേറിയറ്റിലെ എല്ലാ ഓർഡറിനും ലാസ്റ്റ് ബൈ ദ ഓർഡർ ഓഫ് ദി ഗവർണറാണ്. കാര്യം ഇതാ, അദ്ദേഹമാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ്, തലവൻ അദ്ദേഹമാണ്. പക്ഷെ ഗവേൺ ചെയ്യുന്ന ബോഡി വേറെയാണ്. സഭയുടെ തല ക്രിസ്തുവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു കാര്യം സഭ തീരുമാനിക്കുമ്പോൾ അതിന് യേശുവിൻ്റെ അപ്രൂവലുണ്ട്, സ്വർഗത്തിൻ്റെ അപ്രൂവലുണ്ട്. അത് ഈ ഭൂമിയിൽ നടപ്പിലായേ പറ്റത്തുള്ളൂ.
യേശുവിന്റെ നാമത്തിൽ രോഗങ്ങളെ നിങ്ങൾ സൗഖ്യമാക്കും. ബദ്ധന്മാരെ വിടുവിക്കാം. സ്വർഗം നമുക്ക് അധികാരം നൽകിയിരിക്കുകയാണ്. വി ആർ ദ ഗവേണിംഗ് ബോഡി. സഭയ്ക്ക് അത്രമാത്രം അധികാരമുണ്ട്. സഭ എന്ന് പറയുന്ന ഒരു കളിത്തമാശയല്ല. യേശു സഭയെ സ്നേഹിക്കുന്നുണ്ട്. യേശു ഒരിക്കൽ തിരിച്ചു വരും. ഈ ഗ്ലോറിയസ് ചർച്ചിന് വേണ്ടി മഹത്തരമായ സഭയെ ചേർക്കുവാനായി കർത്താവ് വീണ്ടും വരികയും ചെയ്യും. ആ സഭയെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്, അതിനെ നമ്മൾ മോശമായി പറയരുത്. യേശു സഭയെ സ്നേഹിക്കുന്നു. അവൻ കുറ്റമില്ലാത്ത കഴുകപ്പെട്ട തൻ്റെ സഭയെ ചേർക്കുവാനായി വീണ്ടും വരും. ഹല്ലേലൂയ. നിങ്ങൾ ആ സഭയുടെ ഭാഗമാണോ? ഹലോ, ആർ യു ദ പാർട്ട് ഓഫ് ദാറ്റ് ചർച്ച്? നിങ്ങൾ ആ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണോ? നിങ്ങളെ ചേർക്കുവാനായി കർത്താവ് വീണ്ടും വരും. ഹല്ലേലൂയ. വി ആർ ദ ചർച്ച്, വി ആർ ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ സഭയാണ് നാം ഓരോരുത്തരും. നാം ഓരോരുത്തരും തലയായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു. അവനിലുള്ളതാണ് നമ്മളിൽ നിന്ന് ഫ്ലോ ചെയ്യുന്നത്. ഹല്ലേലൂയ. പത്രോസ് അല്ല പാറ. ഞാൻ പറഞ്ഞു മനസ്സിലായി കാണും. പത്രോസ് എന്ന വ്യക്തിയല്ല, റെവലേഷൻ. കാരണം കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കളെ അനുഗമിച്ചൊരു പാറയെ കുറിച്ച്. ആ പാറ ക്രിസ്തുവായിരുന്നു. ക്രിസ്തുവാണ് ആ പാറ. ക്രിസ്തു എന്ന വെളിപ്പാട് കിട്ടുമ്പോഴാണ് ആ ഫൗണ്ടേഷൻ ഇടുന്നത്. ആ ഫൗണ്ടേഷനാണ് സഭ വളരുന്നത്. യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വിശ്വസിക്കാത്ത ഒന്നും സഭയല്ല. അങ്ങനെ അടിസ്ഥാനമില്ലാത്ത ഒന്നും സഭയല്ല. കാരണം ആ അടിസ്ഥാനമല്ലാതെ ഒരു സഭയും പണിതുയർത്താൻ പറ്റത്തില്ല. അതാണ് ആ സഭ, അതാണ് ആ ഫൗണ്ടേഷൻ. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം പറയുന്നതാണ്, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ. നോക്കി, മൂലക്കല്ലെന്ന് വെച്ചാൽ ഒരു കെട്ടിടത്തിന്റെ ഫസ്റ്റ് സ്റ്റോണാണ്. അതിൽ നിന്നാണ് ബാക്കിയുള്ള കല്ലുകൾ ചേർത്ത് പണിയപ്പെടുന്നത്. ക്രിസ്തുയേശു എന്ന മൂലക്കല്ലോട് ചേർത്ത് നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. കേട്ടോ, വെറുതെ നമുക്കൊരു സഭയെ പണിയാൻ പറ്റത്തില്ല. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ദൈവം പണിയുകയാണ്. ഒരു സഭയിൽ ദൈവം ലീഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായം പറയുകയാണ്, ദൈവം, God has appointed first apostles and next prophets. ദൈവം സഭയിൽ ആദ്യം അപ്പോസ്തലന്മാരെയും പിന്നെ പ്രവാചകന്മാരെയും, ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെ അപ്പോയിന്റ് ചെയ്യുന്നത് പോപ്പല്ല, ആർച്ച് ബിഷപ്പല്ല, ദൈവമാണ്. ഞാൻ അവരുടെ ആരുടെയും അധികാരത്തെ കുറച്ച് കാണിക്കുമല്ല. മനുഷ്യനല്ല അപ്പോയിന്റ് ചെയ്യുന്ന പൊസിഷനിലേക്ക്. ദൈവത്തിന്റെ ശുശ്രൂഷയിൽ നിന്നെ അപ്പോയിന്റ് ചെയ്യുന്നത് ദൈവമാണ്. നിന്നെ വിളിച്ചവൻ അവനാണ്. ദൈവം നിന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു കൂട്ടായ്മ ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ അവിടെ ആക്കി വെച്ച വ്യക്തി ദൈവത്താലാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ അവിടെ പങ്കെടുക്കാതിരിക്കുന്നതാണ്. കാരണം അതിൽ നിങ്ങൾക്ക് ഒരു അനുഗ്രഹവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അഡ്മിറ്റ്. നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ അംഗീകരിക്കുകയും അതിന് വിധേയപ്പെടുകയും ചെയ്യണം. കാരണം റോമാലേഖനം 13-ാം അധ്യായം പറയുന്നു, ദൈവത്താൽ അല്ലാതെ ഒരു ശ്രേഷ്ഠ അധികാരവും ഇല്ലല്ലോ. ദൈവത്താലാണ് അധികാരങ്ങൾ ലഭിക്കുന്നതെങ്കിൽ, ദൈവമാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, നമ്മൾ അതിന് കീഴ്പ്പെടുന്നതിനകത്ത് നമുക്കൊരു ബ്ലെസ്സിംഗ് ഉണ്ട്. ഹല്ലേലൂയ. അതിലൂടെ മാത്രമേ നമുക്ക് ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ സഭ എന്ന് പറയുന്നത് ഒരു പാസീവ് ഗാദറിംഗ് അല്ല, അതിൻ്റെ വാല്യൂ ഉണ്ട്. എങ്ങനെയെങ്കിലും കയറി വന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോകുന്ന സ്ഥലമല്ല. നമ്മൾ ആരും കാണുന്നില്ലെന്ന് ആരും ചിന്തിക്കരുത്. നമ്മുടെ മധ്യേ സർവശക്തനായ ദൈവമുണ്ട്. ഒരു സഭയ്ക്കകത്ത് കയറി എന്തും ചെയ്തിട്ട് പോകാമെന്ന് ആരും ചിന്തിക്കരുത്. എന്തും പറഞ്ഞിട്ട് പോകാമെന്ന് ചിന്തിക്കരുത്. എങ്ങനെയും ആകാമെന്ന് ചിന്തിക്കരുത്. ഒരു ദൈവിക ഭയം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ മകളെ കാണുന്ന, നിങ്ങൾ അറിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ മധ്യമുണ്ട്. ഇവിടെ വന്ന് കൈ ഉയർത്തി, ഞാൻ കഴിഞ്ഞ ആഴ്ച തമാശയെങ്കിലും പറഞ്ഞു, ഓരോ തീരുമാനം എടുക്കുമ്പോൾ വെറുതെ കരവേർ തീരുമാനം എടുത്തിട്ട് പോകരുത്. നിങ്ങളെ കാണുന്ന സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതന്മാർ ഫോട്ടോ എടുത്ത് വയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞു. തമാശക്കാണ് ഞാൻ പറഞ്ഞെങ്കിലും അതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. കാരണം നമ്മെ കാണുന്ന, അറിയുന്നൊരു ദൈവം നമുക്കുണ്ട്. വചനം പറഞ്ഞതിനാണ്, യഹോവയുടെ കണ്ണ് ഭൂതലത്തിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നല്ലവരെയും മോശപ്പെട്ടവരെ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ്റെ കണ്ണിങ്ങനെ എല്ലാവരുടെ പിന്നാലെ ഉണ്ട്. ഈ ഭൂമിയിൽ എത്ര ബില്യൺ ആൾക്കാരുണ്ടെങ്കിലും അവരുടെ മേലൊക്കെയും യഹോവയുടെ കണ്ണുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും അല്ലാത്തപ്പോഴും, നിങ്ങൾ എവിടെ പോകുമ്പോഴും സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണിന്റെ സർവൈലൻസിലാണ്. യു ആർ അണ്ടർ ദ സർവൈലൻസ് ഓഫ് CCTV ഓഫ് ഹെവൻ. സ്വർഗത്തിന്റെ കണ്ണാടി എന്താ പറയാ, ക്യാമറയ്ക്കകത്താണ്. ഇതിനകത്ത് കയറുമ്പോൾ മാത്രമല്ല, വി ആർ ഓൾവേസ്, നമ്മളെല്ലായ്പ്പോഴും അതിൻ്റെ കീഴിലാണ്.
ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുക, അറിഞ്ഞോ അറിയാതെയോ ദൈവത്താൽ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന അഭിഷിക്തന്മാർക്കെതിരെ, ദൈവദാസന്മാർക്കെതിരെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അറിവില്ലായ്മ ഉണ്ടാവാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്, ദൈവത്തിൻ്റെ മുന്നാലെ അത് നിങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ ക്ഷമ ചോദിക്കണം. കറക്ഷൻസ് എപ്പോഴും കേൾക്കാൻ സുഖമുള്ള കാര്യമല്ല, പക്ഷേ കറക്ഷൻസ് നിങ്ങളെ ബിൽഡ് ചെയ്യും. എന്തും പറയാമെന്നുള്ള തോന്നലുണ്ട് പലർക്കും, എന്തും ചെയ്യാം, ശരിയായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ അനുഗ്രഹിക്കുവാനായി ദൈവം വെച്ചിരുന്ന പല കരങ്ങളെയും നിങ്ങളായി തടയുകയാണ്. ഞാൻ എന്നോട് ചേർത്താണ് ഞാൻ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു. സോ ദൈവത്താൽ അല്ലാതെ ഒരു അധികാരമില്ല. ദൈവം അപ്പോയിന്റ് മനുഷ്യനാണ് എങ്കിൽ ആ മനുഷ്യനെതിരെ നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ, നിങ്ങൾക്ക് ആ ചർച്ച് വിട്ടു പോവാം. നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. കഴിയുന്നതും അതിനെതിരെ പറയാൻ നിൽക്കരുത്. എന്നോട് ദൈവം പഠിപ്പിച്ച കാര്യം ഞാൻ പറയുക. പലപ്പോഴും നമ്മൾ വിധിക്കാൻ എളുപ്പമാണ്, നമുക്ക് എല്ലാവരും പറയാൻ എളുപ്പമാണ്, ഒറ്റ കണ്ണ് പറയാൻ എളുപ്പമാണ്. ഒരു കാര്യം പറയാം, ഈ ദിവസം നമ്മൾ കാണുന്നതാണ്, പല ദൈവദാസന്മാരുടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നമ്മൾ കണ്ടുകൊണ്ട് ഒത്തിരി ജനത്തെ ദൈവരായിൽ ചേർത്ത ഒത്തിരി മൈറ്റി ദൈവദാസന്മാരുണ്ട്, വളരെ ശക്തരായത്. പക്ഷെ അവരുടെ വായിൽ നിന്ന് ചെറിയൊരു അബദ്ധം, ചെറിയൊരു വാക്ക്, പിന്നെ അതിനെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ആഘോഷിക്കും, അതെടുത്തങ്ങ് ആഘോഷിക്കും. ആ മനുഷ്യൻ ചിലപ്പം വായിൽ നിന്ന് വീണ അബദ്ധമാകാൻ, തെറ്റാവാം, ആയിക്കോട്ടെ, അത് ദൈവം ചോദിക്കട്ടെ. നമ്മൾ കണക്ക് ബോധിപ്പിക്കാൻ ഒരുവനുണ്ട്. നമ്മുടെ എല്ലാ ആടുകളുടെ ശ്രേഷ്ഠ ഇടയനായ യേശു എന്നാ പറയുന്നത്. അവനാണ് മുഖ്യ ഇടയൻ, ചീഫ് ഷെപ്പേർഡ് അവനാണ്. ഓരോ സഭയിലും അവൻ ഇടയന്മാരെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഇടയന്മാർ കണക്ക് പറയേണ്ട ഒരു പ്രധാന ഇടയനുണ്ട്, അവനോട് കണക്ക് പറഞ്ഞോളൂ. നമ്മൾ ആരും അതിനകത്ത് ആളല്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും. ഈ കാലത്തെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളാണ്, പള്ളിയിൽ പോകുന്നവരാണ്. ഏതെങ്കിലും ഒരു ദൈവദാസനെതിരെ ഒരു വാക്ക് കിട്ടിയാൽ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ഇടാനും കമന്റ് ഇടാനും ഒക്കെ ഭയങ്കര ഓടി നടക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, അവർ അതിൻ്റെ പിന്നിൽ കൊടുത്ത വില, അവരുടെ ജീവിതത്തിൽ അവരെടുത്ത എഫേർട്ടുകളൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും കാണാത്തതായിരിക്കും. നമ്മൾ ഇന്ന് ഈ സുവിശേഷം അറിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒത്തിരി മിശ്രമാരുടെ കണ്ണുനീരിൻ്റെയും അവരുടെയൊക്കെ അധ്വാനത്തിൻ്റെയും ഫലമാണ്. അവരുടെ ഭവനങ്ങളും അവരുടെ സ്വത്തും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് അന്യനാടുകളിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് രക്തസാക്ഷികളായ ഒത്തിരി പേരുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ കണ്ടതാണ്, സോഷ്യൽ മീഡിയയിൽ ഒരു ദേവദാസൻ പറഞ്ഞ ഒരു വാക്കിനെ എടുത്ത് ഇങ്ങനെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നുണ്ട് ഒത്തിരി. പക്ഷെ അതിലൂടെ, ആ മനുഷ്യനിലൂടെ ഈ കേരളക്കരയിൽ എത്രയോ ചെറുപ്പക്കാർ യേശുവിനെ അറിയാൻ ഇടയായി തീർന്നു. എത്രയോ പേർ മദ്യപാനം വിട്ടുകഴിഞ്ഞ് അവരുടെ ജീവിതങ്ങൾ ക്രിസ്തുവിന് കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ എത്രയോ പേരായിരിക്കുന്നു. അതൊന്നും സ്വർഗം കണക്കിടാതെ പോകത്തില്ല. സ്വർഗം അവർക്ക് ഒരുപാട് കൊടുക്കും. മനുഷ്യരായി നമ്മൾ അവരെ കുറ്റം വിധിച്ചിരിക്കും, നമ്മുടെ ലൈഫ് നമ്മൾ നശിപ്പിക്കുന്നല്ലാതെ യാതൊരു ഗുണം ഉണ്ടാവത്തില്ല. അതിനെ പറഞ്ഞാണ്, നീ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കാതെ പോകത്തില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരിക്കൽ യേശുവോട് ചോദിച്ചു ശിഷ്യന്മാർ, കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ചു, ഞങ്ങൾ ഇതൊക്കെ കളഞ്ഞു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? കർത്താവ് പറഞ്ഞു, ഈ ഭൂമിയിലും കിട്ടും, വരുവാനുള്ള രാജ്യത്തും കിട്ടും. അവിടെ മാത്രമല്ല, ഇവിടെയും നിനക്ക് കിട്ടും. പ്രതിഫലം കിട്ടാതെ പോകത്തില്ല. ഏതൊരു പടയാളിയും പ്രതിഫലത്തിന് അർഹനാണ്. വിശ്വസ്തനായി നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടത് സ്വർഗത്തിലെ ദൈവത്തോട് മാത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അങ്ങനെയാണെന്നെല്ലാം പറയാം, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സഭയ്ക്കെതിരെയും, സഭ മീൻസ് കഥാവിൻ്റെ കൂട്ടത്തിനെതിരെയും, കഥാവാക്കി വെച്ച് കഥാവ് സ്നേഹിക്കുന്ന തൻ്റെ സഭയെ നമ്മൾ ആരും അണ്ടർമൈൻ ചെയ്യില്ല, അതിന് വില കുറച്ച് കാണുകയോ വില കുറച്ച് പറയുകയോ ചെയ്യരുത്. ഹല്ലേലൂയ. ശത്രു ഇന്ന് നോയിക്കൊണ്ടിരിക്കുന്നത് ഈ സഭയെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റുവാനാണ്. അതിൻ്റെ കാരണം ഞാൻ പറയാം. 1 തിമോത്തി ഒന്ന് വായിച്ചേ. 1 തിമോത്തി 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ വരാൻ താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഞാനിത് എഴുതുന്നു. നോക്കി, ദൈവാലയം, ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയം എന്താണ്? സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാണ്. ദ പില്ലർ ആൻഡ് ഫൗണ്ടേഷൻ ഓഫ് ട്രൂത്ത് എന്നായിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കെട്ടിടം നിൽക്കണമെങ്കിൽ പില്ലർ വേണം, ഫൗണ്ടേഷൻ. പില്ലറും ഫൗണ്ടേഷനും ഉണ്ടെങ്കിൽ ഇത് നിൽക്കത്തില്ല.
അപ്പോൾ സത്യം എന്നത് ഈ ഭൂമിയിൽ വിളംബരം ചെയ്യപ്പെടണമെങ്കിൽ, നിൽക്കണമെങ്കിൽ, പ്രഘോഷിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ തൂണും അടിസ്ഥാനമായിരുന്ന സഭ വേണം. അപ്പോൾ അതിൻ്റെ തൂണും അടിസ്ഥാനമായ സഭയെ ഈ ഭൂമിയിൽ നമുക്ക് ഇളക്കാൻ പറ്റിയാൽ, അതിനെ പൊളിക്കാൻ പറ്റിയാൽ സത്യത്തെ പിന്നെ മൂടി വയ്ക്കാൻ കഴിയും. അപ്പോൾ ദൈവം ഈ ഭൂമിയിൽ സഭയാക്കിയിരുന്ന് സത്യത്തിൻ്റെ പ്രൊക്ലമേഷൻ ചെയ്യുന്ന തൂണും ഫൗണ്ടേഷനുമായിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സഭയ്ക്ക് അത് ഇത്രമാത്രം പ്രാധാന്യമുണ്ട്. ശത്രു ഇതിനെയാണ് യൂറോപ്പിലൊക്കെ നോക്കിയ പലയിടങ്ങളിലും സഭകൾ പൂട്ടിക്കിടുകയാണ്. വലിയ വലിയ ഓഡിറ്റോറിയങ്ങളിൽ നടന്നുകൊണ്ടുള്ള സഭകൾ ഇന്ന് ക്ലബ്ബുകളായി മാറുകയാണ്, പൂട്ടിയിടുകയാണ്. കാരണം ഇതേ ഉള്ളൂ, സഭയെ എല്ലാവരും അണ്ടർമൈൻ ചെയ്തു. സഭയുടെ ആവശ്യമൊന്നുമില്ല. ചിലർ പറയും, എനിക്ക് ആരെയും കീഴ്പ്പെടുത്തും, ഞാൻ ദൈവത്തോട് മാത്രം കീഴ്പ്പെടുത്തും. ചിലർ പറയും, ഒരു പാസ്റ്ററെ ഞാൻ കീഴ്പ്പെടുത്തില്ല, ഒരു ലീഡർ ഞാൻ കീഴ്പ്പെടുത്തില്ല, എൻ്റെ ലീഡർ ദൈവം മാത്രമേ ഉള്ളൂ, വേറെ ആരെയും. ഒന്ന് ആലോചിച്ച് നോക്കി, കാണുന്ന ഒരു ലീഡറിനെ കീഴ്പ്പെടാത്ത നിങ്ങൾ ആത്മാവോ ദൈവത്തിന് എങ്ങനെയാണ് കീഴ്പ്പെടുക? അങ്ങനെയുള്ള ആൾ പറയുന്നത് ഒറ്റ പറഞ്ഞ അഹങ്കാരികൾ എന്നാ പറയുന്നത്. മൂർഖന്മാർ, അഹങ്കാരി. അവർ ദൈവത്തിനൊന്നും സ്വീകരിക്കത്തില്ല. നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടുണ്ടോ? അങ്ങനെയുള്ള വ്യക്തി നോക്കി അറിയുമ്പോൾ അവരുടെ ലൈഫ് ഒരിക്കലും ബ്ലസ്ഡ് ആയിരിക്കത്തില്ല. അവർ ഫേക്ക് ഐഡന്റിറ്റി ആയിരിക്കും. ഞാൻ ദൈവത്തോടെല്ലാം സംസാരിച്ചോളാം. ദൈവം അപ്പോയിന്റ് ചെയ്യുന്ന അധികാരങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ദൈവം അങ്ങനെ സിസ്റ്റത്തെ ഈ ഭൂമിയിൽ വയ്ക്കത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവരാജ്യത്തിന് ചില സിസ്റ്റംസ് ഉണ്ട്. അതിൻ്റെ അതെല്ലാ ഫങ്ഷൻസും വർക്ക്ഔട്ട് ചെയ്യുന്ന ചില പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു ഓർഡർ ഉണ്ട് എല്ലാത്തിനും. സഭയിൽ അപ്പോസ്തലന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ഇടയന്മാരെയും പ്രവാചകന്മാരെയും ദൈവം അപ്പോയിന്റ് ചെയ്യുന്നത് സഭയെ ബിൽഡ് ചെയ്യാനാണ്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. ഈ അടിസ്ഥാനമില്ലാതെ ഇത് പണിയപ്പെടത്തില്ല. അപ്പോൾ സഭ അത് വളരണം. അത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ക്രിസ്തുവിനെയും സഭയും തമ്മിൽ വേർതിരിക്കാൻ കഴിയത്തില്ല. സഭയ്ക്കെതിരെ പറയുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെതിരെ പറയുകയാണ്. ഇതെല്ലാം നിങ്ങൾ ഓർത്തു വയ്ക്കുക, നിങ്ങളുടെ ഹൃദയങ്ങളത് ഓർക്കുക. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. സ്വർഗത്തിൻ്റെ ഗവൺമെൻറ്, ഒരിക്കലും അവസാനമില്ലാത്ത ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ ഒരു സ്വപ്നം കണ്ടു. ഞാനതൊരു പറഞ്ഞ അവസാനിപ്പിക്കും. സ്വപ്നം ഇങ്ങനെയാണ്. നെബൂഖദ്നേസർ കണ്ട് ഭയപ്പെട്ടു പോയി. എല്ലാവരോടും പറഞ്ഞു സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സ്വപ്നം പറഞ്ഞാൽ വ്യാഖ്യാനിക്കാം. നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞു, സ്വപ്നം പറയത്തില്ല, പക്ഷെ നിങ്ങൾ സ്വപ്നവും പറയണം, വ്യാഖ്യാനവും പറയണം. ദാനിയേൽ അവസാനം സ്വപ്നവും വ്യാഖ്യാനവും പറയുകയാണ്. അതിൻ്റെ 30 മുതൽ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു വലിയൊരു ബിംബം. ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, അതിൻ്റെ കാതലിലേക്ക് വരാം. ആ ബിംബത്തിൻ്റെ പ്രത്യേകത്തിലുള്ള തല തങ്കം കൊണ്ടുള്ളതാണ്, സ്വർണം കൊണ്ടുള്ളതാണ്. നെഞ്ചും കയ്യും വെള്ളി കൊണ്ടുള്ളതാണ്. പിന്നെ അടുത്ത ഭാഗം താമ്രം കൊണ്ടുള്ളതാണ്. ഈ വയറും ഈ പോർഷനൊക്കെ താമ്രം കൊണ്ടുള്ളതാണ്. പിന്നെ കാല് ഇരുമ്പ് കൊണ്ടുള്ളതാണ്. ഈ അതിൻ്റെ ഒരു ലാസ്റ്റ് പോർഷൻ, ഈ തുട ഇരുമ്പ്, അതിൻ്റെ താഴെയുള്ള പോർഷൻ പകുതി ഇരുമ്പും പകുതി കളിമണ്ണ് കൊണ്ടുള്ള ഒരു പിക്ചർ നമുക്ക് മനസ്സിൽ കാണാൻ. ഒരു വലിയ ബിംബം, വലിയ ബിംബമാണ്. തല സ്വർണം കൊണ്ടുള്ളത്, വെള്ളി, താമ്രം, ഇരുമ്പ്, പിന്നെ ഇരുമ്പും കളിമണ്ണും. ഇതെന്താണെന്ന് നമുക്ക് താഴോട്ട് വായിക്കാൻ മനസ്സിലാവും. ഇത് പല രാജ്യങ്ങളാണ്, പല എന്താ പറയുക കിങ്ഡംസ് ആണ്. മേദ്യ, പേർഷ്യ, അവസാനം റോമൻ വരെ എത്തുന്ന കാലഘട്ടങ്ങളാണ്, ഓരോ കാലഘട്ടങ്ങളാണ്. ആ കാലഘട്ടം, അവസാനത്തെ കാലഘട്ടം, അതായത് ഈ കാലഘട്ടത്തിൽ ഇരുമ്പും ക്ലേയും ചേർന്നതിൻ്റെ കാലഘട്ടം, അതായത് മിക്സഡ് ആയിട്ടുള്ള ഒരു ഗവേണൻസിൻ്റെ കാലഘട്ടം, റോമൻ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരു കല്ല് ആരും തൊടാതെ, കൈ തൊടാതെ പറഞ്ഞു വരുന്നു. ഒരു മനുഷ്യൻ്റെയും ശ്രമമില്ലാതെ സ്വയമായി ഒരു കല്ല് അടർന്നു വരികയാണ്. അങ്ങനൊരു കല്ല് നമുക്കറിയാം ബദ്ലഹേമിൽ വന്നു. ഒരു മനുഷ്യൻ്റെയും സാന്നിധ്യമില്ലാതെ കന്യക ഗർഭിണിയായി ഒരു ശിശുവിനെ പ്രസവിച്ചു. റോമൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കല്ല് വരികയാണ്. ആ കല്ല് വരുന്നു. സ്വപ്നം ഇങ്ങനെയാണ്, ആ കല്ല് വന്ന് ഈ കാലങ്ങ് ഇടിച്ചു, കംപ്ലീറ്റ് തകർന്ന് തരിപ്പണമായി. എന്നിട്ട് പറയുകയാണ്, വെറുതെ ഇരുന്നില്ല, ഈ കല്ല് കുഞ്ഞു കല്ലങ്ങ് വളരാൻ തുടങ്ങി. കുഞ്ഞു കല്ല് വളരാൻ തുടങ്ങി. എല്ലാ അതുവരെയുള്ള രാജ്യ വ്യവസ്ഥകളെയും ഇടിച്ചു മറിച്ചിട്ട് ഒരു പുതിയ രാജ്യ വ്യവസ്ഥ കൊണ്ടുവരികയാണ്. ആ കല്ല് വളരാൻ തുടങ്ങി. വചനം പറയുകയാണ്, ആ കല്ല് വളർന്ന് ഒരു മഹാപർവ്വതമായി ഭൂമി മുഴുവൻ നിറഞ്ഞു. നമുക്കറിയാം ആ കല്ല് ക്രിസ്തുവായി. ക്രിസ്തുവിന്റെ രാജ്യം വളരാൻ തുടങ്ങി. സഭ അതിന്റെ റെപ്രസെന്റേഷനാണ്. ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ഗവൺമെന്റിനും ടേക്ക് ഓവർ ചെയ്ത് ഈ ഭൂമി മുഴുവൻ സഭ വളർന്ന് വലുതാവും.
അതിന് ഒരിക്കലും അവസാനം ഉണ്ടാകത്തില്ല. കാരണം അതിൻ്റെ രാജാവ് നിത്യനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ഭരണത്തിന് അവസാനം ഉണ്ടാകത്തില്ല. ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല. ആ രാജ്യത്തിന്റെ ഭാഗമാണ് നാം ഓരോരുത്തരും. ആ രാജ്യത്തിന്റെ വിസിബിൾ റെപ്രസെന്റേഷൻ ആണ് ഈ സഭകൾ. ഇന്ന് സഭ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും വളരുകയാണ്. ഇത് ഈ ഭൂമിയിലെ എല്ലാ കൾച്ചറിനെയും ടേക്ക് ഓവർ ചെയ്തിട്ട് സ്വർഗരാജ്യത്തിന്റെ കൾച്ചറിനെ ഈ ഭൂമിയിലാക്കുകയാണ്. സ്വർഗം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുകയാണ്. ഇനി ഒരു പുതിയ കിങ്ഡം അല്ല, ദൈവരാജ്യം ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവരാജ്യത്തെ കുറിച്ച് യേശു പറഞ്ഞ ഉപമ എല്ലാം നോക്കി അറിയാൻ പറ്റും. കടുകുമണി പോലെ വളർന്ന് വളർന്ന് വലുതാകുന്ന പോലെ, ഒരല്പം പുളിച്ചമാവ് എല്ലാത്തിനെയും പുളിപ്പിക്കുന്ന പോലെ നാം ഓരോരുത്തരും ഈ നമ്മൾ ആക്കി വെച്ചിരുന്ന ദേശത്തിലെ പുളിച്ചമാവുകളാണ്. ബാക്കിയുള്ളവരുമായി മിങ്കിൾ ചെയ്ത് അവരുടെ കൂടെ പോകാനല്ല, അവരെയും കൂടെ പുളിപ്പിക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് റോമലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, അവരുടെ സിസ്റ്റം ഫോളോ ചെയ്യാൻ പോകരുത്. നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നവരായി മാറണം. നിങ്ങൾ അവരെ ടേക്ക് ഓവർ ചെയ്യുന്നവരായി മാറണം. അവരെ ഉപദ്രവിക്കുന്നവരല്ല, അവരെ സ്നേഹിക്കുന്നവരായി, അവരെ കരുതുന്നവരായി, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ അവരെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലുള്ള അത് ഈ കൾച്ചറിനെ അവരിലേക്ക് പകരുവാൻ ദൈവം ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. യേശുവിനെ അറിയുന്ന ഓരോ വ്യക്തിയും അവൻ ഇൻഡിപെൻഡന്റ് നിൽക്കാൻ പറ്റത്തില്ല. അവൻ സഭയോട് ചേരണം. വചനം പറയുന്നത്, വിശ്വസിക്കുന്നവനെ അവൻ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. മനുഷ്യൻ ചേർക്കുകയല്ല, ദൈവം ചേർക്കുക. ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ആളുകൾ വിശ്വസിച്ച് വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? സഭയോട് ചേർത്ത് കൊണ്ടുപോകണം. ആരാധനയുടെ പ്രാധാന്യത്തെ പഠിപ്പിക്കണം. നമുക്കിതിന് വലിയ വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അവരെ വാല്യൂ കൊടുക്കും? പലപ്പോഴും എന്നോട് കർത്താവ് ചോദിച്ചപ്പോൾ എനിക്ക് വ്യക്തമായ ഐഡിയ ഇല്ലായിരുന്നു, അറിയില്ലായിരുന്നു. ഞാൻ പലരെയും ഒത്തിരി പേര് സൗഖ്യമാകുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അവരെയൊന്നും കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കാറില്ലായിരുന്നു. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, മോനെ, അവരെങ്ങനെ വളരുക, അവരെങ്ങനെ ഈ രാജ്യത്തിൻ്റെ കൾച്ചർ പഠിക്കുക, അവരെങ്ങനെ കൾച്ചറിന്റെ ഭാഗമാകുക, അവരെ നമ്മൾ ചേർത്ത് വെക്കണം. നമ്മിലുള്ള പുളിപ്പ് അവരെ പുളിപ്പിക്കും. നമ്മൾ അവരിലേക്ക് ഈ ദൈവരാജ്യത്തെ പകർന്നു കൊടുക്കണം. ഇല്ല എങ്കിൽ നാളെ അവർ വീണ്ടും പഴയതിനപ്പുറമായി നാശത്തിലേക്ക് പോകും. അവരൊറ്റയ്ക്ക് വിടാൻ പാടില്ല. കൂട്ടായ്മയ്ക്ക് അതിൻ്റെ പ്രാധാന്യമുണ്ട്. അന്നും ഇന്നും കൂട്ടായ്മയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആരെങ്കിലും വിചാരിക്കുകയാണ് ഞാൻ ഒരിടത്തും പോകുന്നില്ല, ഒരു കൂട്ടായ്മയിൽ പോലും ഒറ്റയ്ക്കിരുന്ന് ദൈവമായിട്ട് എല്ലാം ആയിക്കോളാം വെച്ചാൽ, ദൈവരാജ്യം അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റം അങ്ങനെയല്ല. ദൈവരാജ്യം വളരുന്നത് കൂട്ടായ്മയിലൂടെയാണ്. കൂട്ടായ്മ അതിനതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കൂട്ടായ്മയ്ക്ക് അതിനകത്തുള്ള ബ്ലെസ്സിങ്സ് ഉണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ കൂടി വരുന്നതിനകത്ത് വലിയ അനുഗ്രഹമുണ്ട്. സങ്കീർത്തനങ്ങൾ 92-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, Those who are planted in the house of the Lord, അതായത് യഹോവയുടെ ആലയത്തിൽ നട്ടിരിക്കുന്നവർ. ആ വാക്യം വായിച്ചേ. സങ്കീർത്തനങ്ങൾ 92-ന്റെ 13-ാമത്തെ വാക്യം. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ എന്നാണ് നമ്മുടെ വേഴ്സ് എഴുതിയിരിക്കുന്നത്. Those who are planted, നടുതല എന്ന് വെച്ചാൽ അർത്ഥം നട്ടിരിക്കുന്നതാണ്. ഓക്കെ, യഹോവയുടെ ആലയത്തിൽ നട്ടിരിക്കുന്നവർ എന്ത് ചെയ്യും? നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളെ തഴയ്ക്കും. നമ്മൾ ഈ സാധാരണ വീട്ടിലൊക്കെ ചിലർ പോട്ടിൽ നടും. എന്തിനാ? ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മാറ്റിയിടാൻ വേണ്ടിയിട്ടാണ്. ചെടിച്ചട്ടിയിൽ അങ്ങനെയല്ല. നല്ലവണ്ണം വേരിറങ്ങണമെങ്കിൽ, നല്ലവണ്ണം കായ്ക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ, വലിയ മരം ഉദ്ദേശിച്ചു നമ്മൾ ഒരിക്കലും തെങ്ങിനെയൊന്നും ഒരിക്കലും പോട്ടിൽ നടത്തില്ല. ടൊമാറ്റോയൊക്കെയാണ് സാധാരണ ചെറിയ ചെടി ഒക്കെ നടത്തുള്ളൂ അല്ലേ. തേങ്ങ കായ്ക്കുന്ന തെങ്ങിനെയൊന്നും നമ്മൾ പോട്ടിൽ നടത്തില്ല. വലിയ മരമാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം ആക്കിയിരുന്ന സ്ഥലത്ത് വേരിറങ്ങി അവിടെ നീ യഥാർത്ഥത്തിൽ നടപടണം, നിൽക്കണം. ചാടിക്കൊണ്ടിരിക്കരുത്, ചാടി നിൽക്കരുത്. ഹല്ലേലൂയ. യഹോവയുടെ ആലയത്തിൽ നീ തഴയ്ക്കും. അടുത്ത വാക്യം പറഞ്ഞ് നോക്കി, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. ഞാൻ ഒത്തിരി പേരെ കണ്ടുണ്ട്. അവരിങ്ങനെയാണ്, ഇന്ന് ഇവിടെ നിൽക്കും, നാളെ പച്ചപ്പാളം അവിടെ ചാടും, അവിടെ ചാടും ഇവിടെ പോവും. അവർ ഒരു കാലത്തും നിൽക്കത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ചാടി ഇവിടെ പോയിട്ട് അവിടെ താഴെ കുറ്റം പറയും, അവിടെ ഇവിടെ പോയിട്ട് ഇവിടെ താഴെ കുറ്റം പറയും. പക്ഷെ ഇവിടെ ജീവൻ നോക്കി അറിയാൻ പറ്റും, അവർ ബ്ലെസ്സിങ്സ് അനുഭവിക്കത്തില്ല. അവർക്ക് അറിവില്ലായ്മയാണ് അവരുടെ. നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥലത്ത് വിശ്വസത്തോടെ നിൽക്കുക. ദൈവമാക്കി നമ്മളെ മേലെ വെച്ചിരിക്കുന്ന ആളുകളെ ബഹുമാനിക്കുക. നമ്മൾ ആ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അതൊരു ഡിമാൻഡിങ് അല്ല, നിങ്ങളുടെ അനുഗ്രഹത്തിനോട് പറയുക. ഞാനായാലും അവരെ ഓണർ ചെയ്യുന്നുള്ള മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. ഞാൻ എപ്പോഴും പറയും, ഒരിക്കലും സ്ട്രൈറ്റ് ആയിട്ടുള്ള വഴികളിൽ എപ്പോഴും വെള്ളം ഒഴുകത്തില്ല, ചരിവുള്ളതിലെ ഒഴുകത്തുള്ളൂ. ആ ചരിവ് നമ്മുടെ ഹ്യൂമിലിറ്റിയാണ്, സ്വീകരിക്കാനുള്ള മെൻറ്റാലിറ്റിയാണ്. അതിലൂടെ മാത്രമേ അത് ഫ്ലോ ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ഒരിക്കലും ദേവദാസൻ പറഞ്ഞു, അദ്ദേഹത്തെ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം
എടുത്ത് പോയപ്പോൾ റിവൈവൽ വരാൻ പോകുന്നത് ഒരു വാക്ക് പറഞ്ഞു. ആ നിമിഷം റിവൈവൽ പൊട്ടിപ്പുറപ്പെട്ടു. ഭയങ്കരമായ അത്ഭുതങ്ങൾ, വളരെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയായി മാറി. അടുത്ത വേറെ സ്ഥലത്ത് പോയി ഇതേ മെസ്സേജ് പ്രസംഗിച്ചു. അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞു റിവ്യൂ വരാൻ പോകും. ഒന്നും സംഭവിച്ചില്ല. ഇത് ഹോട്ടൽ റൂമിലെത്തി കരയുകയാണ്. കഥാവോട് ചോദിച്ചു, കഥാവേ എന്നാ സംഭവിച്ചേ? അതേ മെസ്സേജ് ഞാൻ പ്രസംഗിച്ചേ, അതേ വേർഡാണ് ഞാൻ കൊടുത്തേ, പക്ഷെ എന്നാ പറ്റേ? പരിശുദ്ധം പറഞ്ഞ വാക്കുതാണ്, മോനെ ഞാൻ ആക്കിയ വ്യക്തികളെ ആണറിയാത്ത സ്ഥലത്ത് ഞാൻ മൂവ് ചെയ്യില്ല. പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യപ്പെടത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും, യൂറോപ്യൻ കൺട്രീസ് എന്തുകൊണ്ട് അവിടെ ചർച്ചുകൾ ഷട്ട് ഡൗൺ ചെയ്തു വെച്ചാൽ അവിടെ ഗോഡ്ലി ഫിയർ ഇല്ല, ദൈവത്തോടുള്ള ഭയമില്ല, ദൈവത്തെ ആക്കി വെച്ചിരിക്കുന്ന ലീഡേഴ്സിനുള്ള ബഹുമാനമില്ല. അവരെല്ലാം കാഷ്വലായി മാറി, ക്ലബിൽ പോകും പോലെ സഭയിൽ പോകാൻ തുടങ്ങി. അതെല്ലാം പൂട്ടിപ്പോയി. എന്നാൽ തിരിച്ച് വെറും ഇരുട്ടിന്റെ മൂടിയപ്പെട്ട ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്ക നോക്കി, ആഫ്രിക്കയിലുള്ള ദൈവദാസന്മാരെ അവർ കൊടുത്ത വാല്യൂ ഇന്ന് ആ രാജ്യം ഫ്ലറിഷ് ചെയ്യുകയാണ്. അവിടെ ചർച്ചുകൾ വളരുകയാണ്. ആ രാജ്യം ഇന്ന് ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ രാജ്യത്തിന്റെ ഭരണാധികാരി പോലും ദൈവദാസന്മാരെ മാനിക്കുന്നു. എന്തുകൊണ്ട്? അവർക്ക് മനസ്സിലായി ബ്ലെസ്സിങ്സിന്റെ കീ അവനകത്താണ്, അനുഗ്രഹത്തിന്റെ കീ അവിടെയാണെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. നമ്മൾ ആണറിയാതെ നമുക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ല. ദൈവദാസന്മാരോട് നമ്മൾ വിചാരിക്കുന്ന പോലെ ദൈവത്തിന് ചില കൺസേൺ ഉണ്ട്. പറയുകയാണ്, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൽ. യഹോവ തൻ്റെ ഭക്തനെ തനിക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന അറിവിൽ. ദൈവം ഒരാളെ വിളിക്കുമ്പോൾ, എനിക്കറിയില്ല ദൈവം എന്തുകൊണ്ടാണ് മത്തായിയെ വിളിച്ച്, ദൈവം എന്തുകൊണ്ടാണ് പൗലോസിനെ വിളിച്ച്, ഇന്നാളെന്ന് വിളിക്കാതെ എനിക്കറിയത്തില്ല. പക്ഷേ അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു കാര്യമുണ്ട്, അതിനകത്തൊരു പ്രിവിലേജ് ഉണ്ട്, അതിനകത്ത് നമുക്ക് പുകഴാനൊന്നുമില്ല, അവൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. അങ്ങനെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന് ഉദ്ദേശങ്ങളുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അതിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇന്ന ആളല്ലേ എന്ന് വിചാരിച്ചാൽ നമ്മൾ നമ്മുടെ ബ്ലെസ്സിങ്സിനെ സ്റ്റോപ്പ് ചെയ്യുവാണ്. യേശുവിൻ്റെ കാലങ്ങളിലുള്ള വ്യക്തികൾക്കും യേശുവിൻ്റെ നാട്ടിലുള്ളവർക്കും പറ്റിയത് ഇന്ന് നമുക്ക് പറ്റരുത്. നമ്മുടെ മേൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ, അവർ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ ദൈവമായുള്ള ബന്ധത്തിൻ്റെ മക്കളാണെങ്കിൽ ശുശ്രൂഷയിൽ നാം അവൻ്റെ ദാസന്മാരാണ്. വി ആർ ദ സെർവൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ അവൻ്റെ മകനാണ്, പക്ഷേ ഞാൻ അവൻ്റെ സേവയിലാണ്. ഹല്ലേലൂയ. കഥാവിനോട് സംസാരിക്കാൻ മനസ്സിലായ കാര്യമാണ്. ആഫ്രിക്ക എന്തുകൊണ്ട് ഇന്ന് വളരുന്നു ശ്രദ്ധിച്ചറിയാൻ പറ്റും. അവിടുത്തെ പാസ്റ്റേഴ്സ് ആരായിക്കോട്ടെ, അവരുടെ ഉപദേശം എന്തായിക്കോട്ടെ, അവരുടെ വെളിപ്പാട് എന്തായിക്കോട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ നാമത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് അവർ കൊടുക്കുന്ന വാല്യൂ അത് ഭയങ്കരമാണ്. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. എനിക്കതിന് ഭയങ്കര എക്സാഗറേറ്റ് തോന്നി, ഇവർ ഇത്രയും എന്തിനാന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവരുടെ ബ്ലെസ്സിങ്സും അങ്ങനെയാണ്. അത്രമാത്രം അവരുടെ ബ്ലെസ്ഡ് ആണ്. വേറെ ഏത് രാജ്യത്തെക്കാളും ആഫ്രിക്ക ബ്ലെസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലാതിരുന്ന ഇരുണ്ട ഭൂഖണ്ഡം എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടില്ല അങ്ങനെ? ആ ഇരുണ്ട ഭൂഖണ്ഡം ഇന്ന് ഏറ്റവും വലിയ വെളിച്ചം കൊടുക്കുന്ന രാജ്യമാണ്. കാരണം സുവിശേഷത്തിന് അവർ കൊടുക്കുന്ന പ്രാധാന്യം. നമ്മുടെ ഭവനങ്ങളിലും നമ്മൾ സുവിശേഷത്തിൽ പ്രസംഗിക്കുന്നവർക്കും നമ്മൾ വാല്യൂ കൊടുത്താൽ. യേശു പറഞ്ഞില്ലേ, നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ പോയാൽ അവർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവിടെ സ്വീകരിക്കുന്ന സമാധാനത്തിൻ്റെ ഒരു പുത്രൻ ഉണ്ടെങ്കിൽ, അതിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതവിടെ തങ്ങും, ഇല്ലെങ്കിൽ അത് തിരിച്ചു പോകും. ഇന്ന് എത്രയോ ദൈവദാസന്മാർ പല ഭവനങ്ങളും കയറി പോകുന്നുണ്ട്. പക്ഷേ മൂർഖത കാരണം ആ ഭവനങ്ങളിൽ ബ്ലെസ്സിങ്സ് സ്വീകരിക്കുന്നതിന് പകരം അത് തിരിച്ചു പോവുക. ഹല്ലേലൂയ. ഞാൻ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പലരും എന്നെ സ്വീകരിക്കാത്ത കാരണം ആ ബ്ലെസ്സിങ്സ് അവരിലേക്ക് വരുന്നില്ല. ഞാൻ പലപ്പോഴും കണ്ടുണ്ട്, പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക്, ഞാനൊരു അഹങ്കാരോട് പറയുമല്ല, പലപ്പോഴും അറിയാൻ പറ്റും. പ്രാർത്ഥിക്കുമ്പോൾ ചില ഒഴുക്കുണ്ടാവും, ചില വ്യക്തികളിലേക്ക് ചില ഫ്ലോ ഉണ്ടാവും. ചിലരോ ഇങ്ങനെ പിടിച്ചിട്ട് റെസിസ്റ്റ് ചെയ്യുന്നവർ തോന്നും. നമുക്ക് അവരൊരിക്കലും സ്വീകരിക്കില്ല. അവരുടെ ഹൃദയത്തിനകത്ത് അവർ ഒരു സെറ്റിംഗ് ഉണ്ട്. സംഭവം ഞാനിതാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈവൻ ജീസസ് കണ്ടു, യേശുവൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, ഞാൻ റിവൈവൽ അവിടെ ചെയ്തപോലെ ഇവിടെയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ വിത്ത് ഓണർ. എന്തുകൊണ്ടാണ്? യേശുവിനെ ഓണർ ചെയ്യാത്ത സ്ഥലത്ത് അവിടെ അത്ഭുതം ചെയ്യാൻ കഴിഞ്ഞില്ല. പരിശുദ്ധം ഫ്ലോ ചെയ്യത്തില്ല. അത്ഭുതങ്ങൾ നടക്കാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലിറ്ററലി ഇത് കണ്ടതാണ്. മൈസൂർ പോയപ്പോൾ ഞാൻ ലിറ്ററലി കണ്ടതാണ്. ഒരു മുൻവിധിയുമില്ലാതെ ഒരു ജനം അവർ നമ്മളെ ഓണർ ചെയ്യുന്ന കണ്ടപ്പോൾ, പാസ്റ്റർ എന്ന് വിളിച്ച ഒരു ഓണർ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ അത്ഭുതങ്ങളുടെ ഒഴുക്കായി. ഞാനെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾക്ക് ഫെമിലിയാരിറ്റി എപ്പോഴും പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലുള്ള ചുറ്റുമുള്ള ദൈവദാസന്മാരെ മാനിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ പുറത്തൊരാളോ നമ്മൾ മാനിക്കും, അമേരിക്കൻ ഒരാളോ നോക്കി നമ്മൾ മാനിക്കും. പക്ഷേ
വി ഹാവ് ടു ഓൺ അവർ ലോക്കൽ പാസ്റ്റേഴ്സ്. അതാരായിക്കോട്ടെ. ഞാനും പലപ്പോഴും പലർക്കുമെതിരെ ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനിന്ന് കറക്റ്റ് ചെയ്യുവാണ്. പറയാൻ പാടില്ല. ദൈവത്താലുള്ള ഒരു അധികാരവും, അതൊരു അച്ഛനായിക്കോട്ടെ, ഒരു പാസ്റ്ററായിക്കോട്ടെ, ഒരു ബിഷപ്പായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മൾ അവർക്കെതിരെ പറയരുത്. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ശുശ്രൂഷിക്കുന്ന സഹോദരങ്ങളെല്ലാം പറയുവാണ്, ഒരാളും പറയരുത്. നമുക്കറിയത്തില്ല, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ദൈവം കണക്ക് പറയട്ടെ, ദൈവത്തോട് അവർ കണക്ക് പറയട്ടെ. നമ്മൾ പറയരുത്, നമ്മൾ അവരെതിരെ പറയരുത്, എതിർക്കാൻ നിൽക്കരുത്. അവർ ചെയ്ത് തെറ്റായിക്കോട്ടെ, ഓക്കെ, ലീവ് ദം, വിട്ടു മാറിക്കോ, അവരുടെ കൂടെ നിൽക്കണ്ട, മാറിപ്പിക്കോ. പക്ഷെ അവർക്കെതിരെ പറയാൻ നിൽക്കണം. ഹല്ലേലൂയ. ദൈവത്തല്ലാതെ, ദൈവമാണ് ഓരോ പൊസിഷനാണ് നിൽക്കുന്നത്. പക്ഷെ അവർ വിശ്വസ്തരാണോ ഇല്ലയോ എന്ന് കണക്ക് ബോധിപ്പിക്കേണ്ടത് ദൈവത്തോടാണ്. നമ്മളിടക്കേറി സംസാരിക്കാൻ ആളല്ല. ഹല്ലേലൂയ. ഇന്ന് സത്യത്തിൻ്റെ അടിസ്ഥാനവും തൂണുമായിരിക്കുന്ന സഭ, അത് നാം ഓരോരുത്തരുമാണ്. നമ്മളാണ് ഈ ദേശത്തിൻ്റെ വെളിച്ചമായി നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ അണ്ടർമൈൻ ചെയ്യാൻ, മോശമാക്കി പറയാൻ നമ്മൾ ഒരിക്കലും ഇടയായി തീരരുത്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 13:20 പറയാണ്, നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ യേശു കർത്താവ്. നാം ഓരോരുത്തരും ആടുകളാണ്. നമ്മളെ എല്ലാവരെയും ദൈവം ഓരോ ഇടയന്മാരുടെ കീഴിൽ വെച്ചിട്ടുണ്ട്. ആ ഇടയന്മാർക്ക് ഒരു ചീഫ് ഷെപ്പേർഡും ഉണ്ട്. വലിയ ഇടയനുണ്ട്, ഇടയന്മാരുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ സഭയുടെ ഇടയനായ ദൈവം എന്നെ വച്ചിരിക്കുമ്പോൾ എനിക്ക് ഉത്തരം പറയാൻ ഒരു വലിയ ഇടയനുണ്ട്. അവനാണ് ബോസ്, അവനാണ് എൻ്റെ ലോർഡ്ഷിപ്പ് കംപ്ലീറ്റ്. അവിടെ നിന്നാണ് ഡിറക്ഷൻസ്. അവിടെ നിന്ന് പറയുന്നു, അതാണ് ഇവിടെ ചെയ്യാൻ പാടുള്ളൂ, അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ കോർണർ സ്റ്റോൺ യേശുവാണ്. ഈ അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെടുന്നത്. അതുകൊണ്ട് ആരും സഭയെക്കുറിച്ച് പറയുന്നത് ലജ്ജിക്കരുത്. സഭയുടെ കൂട്ടായ്മയെ കുറിച്ച് പറയാൻ ലജ്ജിക്കരുത്. സഭയിലേക്ക് വിളിക്കാൻ ലജ്ജിക്കരുത്. കാരണം അത് ഗവൺമെൻറ് ബോഡിയാണ്. അതിൻ്റെതായ അധികാരമുണ്ട്. അതിനകത്ത് വരുന്നതിന് അതിൻ്റെതായ ഗുണമുണ്ട്, അതിൻ്റെതായ മാറ്റമുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നാം മറ്റുള്ളവർ പറയത്തുള്ളൂ, മറ്റുള്ളവർ ക്ഷണിക്കത്തുള്ളൂ, മറ്റുള്ളവർ അനുഭവിക്കത്തുള്ളൂ. സഭ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സ്വർഗത്തിൻ്റെ ഒരു എംബസി പോലെയാണ്. എംബസി എന്ന് വെച്ചാൽ, ഉദാഹരണം നിങ്ങൾക്കിപ്പോൾ UAE പോകണം. ആ രാജ്യത്തിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും എംബസി പോയാൽ UAE എങ്ങനെയാണെന്ന് ഏകദേശ രൂപം കിട്ടും. കാരണം അവിടുത്തെ നിയമം എങ്ങനെയാണ്, അവിടെ സിസ്റ്റംസ് എങ്ങനെയാണെന്നൊക്കെ ഈ എംബസിക്കകത്ത് അറിയാൻ പറ്റും. ഈ എംബസിക്കകത്ത് അറിയാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് ഒത്തിരി എംബസികളുണ്ട്. ഞാൻ ഒരിക്കൽ ശ്രീലങ്കൻ എംബസി പോയി. അവിടെ പോയപ്പോൾ അതിനകത്ത് ഇവിടുത്തെ പോലീസിന് യാതൊരു അധികാരവുമില്ല, ഇവിടുത്തെ നിയമങ്ങൾക്ക് അധികാരമില്ല. അതിനകത്ത് കയറി ഇപ്പോൾ ഇന്ത്യയിലകത്തുള്ള ഒരു പോലീസിനോട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ ശ്രീലങ്കയുടെ നിയമമാണ്. ശ്രീലങ്കയുടെ നിയമങ്ങൾ, ശ്രീലങ്കയുടെ സ്റ്റാഫുകൾ, ശ്രീലങ്കയുടേതായ സിസ്റ്റംസ് എല്ലാം വ്യത്യസ്തമാണ്. ശ്രീലങ്കൻ കൊടിയാണല്ലോ ഉയർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ ഇന്ത്യക്കകത്ത് ഇന്ത്യൻ പതാക മാത്രം ഉയർത്താൻ അനുവാദമുള്ളൂ. പക്ഷേ ഔദ്യോഗികമായി അവരുടെ സ്ഥലമാണത്, അവരുടെ ടെറിട്ടറിയാണ്. അതിനകത്ത് അവരുടെ ഇതുപോലെ മറ്റു രാജ്യങ്ങളകത്ത് ഇന്ത്യക്കും സ്ഥലങ്ങളുണ്ട്, എംബസികളുണ്ട്. അതിനർത്ഥം ദൈവരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലെ വിസിബിൾ എംബസീസാണ് നമ്മൾ. നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കകത്ത്, ഈ സഭയ്ക്കകത്ത് കടന്നു വരുന്ന വ്യക്തികൾ ഓരോരുത്തരും കാണേണ്ടത് സ്വർഗ്ഗരാജ്യത്തെയാണ്. സ്വർഗത്തിൻ്റെ ഇഷ്ടത്തെ അവർ അനുഭവിക്കണം. സ്വർഗം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ രോഗിയായിരിക്കാനല്ല, അവർ സൗഖ്യമായിരിക്കാനാണ്. അവർ അത് എൻകൗണ്ടർ ചെയ്യണം. ഇവിടെയുള്ളത് ഈ ലോകത്തിൻ്റെ കുറവുകൾ ഒന്നും അവരെ ബാധിക്കത്തില്ല. കാരണം ഇവിടെ അൺലിമിറ്റഡ് സപ്ലൈ ആണ്, സ്വർഗത്തിൻ്റെ സപ്ലൈ ആണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ഒരു നിയമവും അവരെ ബാധിക്കത്തില്ല. ഇത് ദൈവരാജ്യത്തിൻ്റെ നിയമമാണ്. ദൈവരാജ്യം എന്ത് ആഗ്രഹിക്കുന്നു അത് മാത്രം അവിടെ ലൈഫിൽ നടക്കുന്ന സ്ഥലമാണ്. സഭ എന്ന കൂട്ടായ്മയ്ക്കകത്ത് കടന്നു വരുമ്പോൾ രോഗികൾ സൗഖ്യമാവും. അവർ ഡിഫറെൻറ്റ് കൾച്ചറിലേക്ക് മാറുകയാണ്. അവരുടെ ലൈഫ് രൂപാന്തരപ്പെടുകയാണ്. കാരണം ഇത് ദൈവരാജ്യത്തെ വെളിപ്പെടുന്ന എംബസികളാണ്. ഹല്ലേലൂയ. അത്രമാത്രം വാല്യൂ ദൈവം അതിന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ലൈഫിലും അത് എക്സ്പീരിയൻസ് എടുക്കണം. ഇത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സഭയുടെ പ്രാധാന്യം, സഭയെയും ക്രിസ്തുവിനുള്ള ബന്ധം, നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക. ഓക്കെ, ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ ഒരു വിസിബിൾ റെപ്രസെൻറ്റേഷനാണ്. ഒരാൾക്കും അതിൻ്റെ വളർച്ചയെ തടയാൻ കഴിയത്തില്ല. യേശു ക്രിസ്തു ആ വലിയ ഒരു പർവ്വതമായി മാറിയ കല്ല് മാറിയതുപോലെ ഈ സഭ വളർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്. അത് വളർന്ന് ഈ ഭൂമി മുഴുവൻ നിറയും. ഈ ഭൂമിയെ മുഴുവൻ അത് ടേക്ക് ഓവർ ചെയ്യുന്ന കാലം വരാൻ പോവുകയാണ്. നമ്മൾ അതിൻ്റെ ഭാഗമാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളോട് നിങ്ങൾ പറയുമ്പോൾ സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുക, അഭിമാനത്തോട് പറയുക, ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇവിടുത്തെ നമ്മുടെ നിയമസഭയിലേക്ക് ഒരു മെമ്പറായിട്ട് കിട്ടിയ നിങ്ങളൊരു MLA ആണെന്ന് വിചാരിക്കുക. അടുത്താണല്ലോ മെമ്പർ. നിങ്ങൾ എന്നായിരിക്കും പറയുക അടുത്ത ആളോട്? എനിക്ക് വേറെ ഒന്നുമില്ല എന്നായിരിക്കും പറയാം. ഞാൻ അതിൻ്റെ ഭാഗമാണ്. ഞാൻ ഈ
കേരളത്തിൽ, ഈ സംസ്ഥാനത്തിലേക്ക് തീരുമാനമെടുക്കുന്ന നിയമ നിർവഹണ അല്ലെങ്കിൽ ആ നിർമ്മാണ സമിതിയുടെ ഭാഗമാണ്. എനിക്കും അതിനൊരു ഭാഗമുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ സഭ ദൈവരാജ്യത്തിൻ്റെ പാർലമെന്റ് ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന പാർലമെന്റാണ്. ഇതിന്റെ ഭാഗമാണ് നിങ്ങൾ, അതിന്റെ അവയവങ്ങളാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇതിനകത്തൊരു തീരുമാനം എടുക്കാൻ ഒത്തിരി എന്താ പറയാ ഇമ്പാക്റ്റ് ഉണ്ട്. നിങ്ങളുടെ ഭാഗമാണ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, യേശു പറഞ്ഞില്ലേ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടും, നിങ്ങൾ ഭവനത്ത് കൂട്. അതിനകത്ത് കഥാവുണ്ട്. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരിക്കൽ സൗത്ത് ആഫ്രിക്കയിൽ ഒരു മനുഷ്യൻ പരസ്യമായി യേശുവിനെ മോക്കിയാന്ന് പറയും. മോക്കിയാന്ന് വെച്ചാൽ എന്താ? കളിയാക്കാൻ തുടങ്ങി. നടന്ന സംഭവമാണ്. ലിറ്ററലി അയാൾ പരസ്യമായിട്ട് യേശുവിനെ മോശം പറയാൻ തുടങ്ങി. എല്ലാ ദിവസവും അതിങ്ങനെ വാർത്തയായിക്കൊണ്ടിരുന്നു. അയാൾ യേശുവിനെ ഇങ്ങനെ കളിയായിക്കൊണ്ടേയിരുന്നു. പലപ്പോഴും പാസ്റ്റേഴ്സ് പോയി സ്നേഹത്തോടെ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത് സഹോദര, ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതല്ല, ചെയ്യാൻ പാടില്ല. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. അയാൾ വീണ്ടും ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം പത്രത്തിലൊരു പരസ്യം ഇങ്ങനെ വന്നു. പത്രത്തിൽ ഒരു പേപ്പർ ലൈവായിട്ട് അവർ കൊടുത്തൊരു പാസ്റ്റേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് അവരൊരു പ്രമേയം പാസ്സാക്കി. അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ആരും ഉപദ്രവിക്കണം ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ ഞാൻ നടന്ന സംഭവം പറയുക, എൻ്റെ ഇമ്പാക്റ്റ് പറയുക. അവരിങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കി, ഈ മനുഷ്യനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഭക്ഷിക്കുന്നു, ജസ്റ്റ് അമർച്ച ചെയ്യുന്നു എന്നുള്ള രീതിയിലൊരു സാധനം പുറത്തിറക്കി. അത് പബ്ലിഷ് ചെയ്ത് വിത്തിൻ 1 month തല മുതൽ കാൽ വരെ പാരലൈസ്ഡ് ആയി ഈ മനുഷ്യൻ മരണത്തിലേക്ക് പോവുക. ഈ മരണസമയത്തേക്ക് പോകുന്ന സമയത്ത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടു. അതിൽ പൊട്ടിക്കരയുകയാണ്. അതിനകത്ത് പറഞ്ഞ കാര്യമുണ്ട്, ഒരിക്കലും ദൈവത്താൽ വെച്ചിരുന്ന അധികാരങ്ങളെ നമ്മൾ ഒരിക്കലും അണ്ടർമൈൻ ചെയ്യരുത്. ദൈവം കൊടുക്കുന്ന പൊസിഷൻസ് ഉണ്ട്. പിന്നീട് നമുക്കറിയാം, പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ പത്രോസ് ദൈവത്താൽ അഭിഷിക്തനായ അപ്പോസ്തലനായ അനനാസ് സഫീറയും വന്നിട്ട് അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ പത്രോസ് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്തത്? യെസ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ എന്നോടല്ല പരിശുദ്ധമാണെന്നാണ് കള്ളം പറഞ്ഞു. ആ അധികാരത്തിൻ്റെ വാക്ക് അവരുടെ ജീവനെ തന്നെ നഷ്ടപ്പെടാൻ ഇടയായി തീർന്നു. സഭയിൽ വലിയ ഭയമുണ്ടായെന്ന് വചനം പറയുന്നു. ഇന്ന് ദൈവത്തെക്കുറിച്ച് ആർക്കും ഭയമില്ല. സഭയുടെ വാല്യൂ ആർക്കും അറിയത്തില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ആ ദൈവിക ഭയം നമ്മളുണ്ടാവട്ടെ. The fear of the Lord is the beginning of wisdom. കഴിഞ്ഞ കുറേ മെസ്സേജ് ഞങ്ങൾ സംസാരിച്ചു. ഫിയർ ഓഫ് ദ ലോർഡ്, ഭയം ഉണ്ടാവട്ടെ. സങ്കീർത്തനങ്ങൾ 25-ാമത്തെ വാക്യം പറയുന്നു, യഹോവ തന്നെ ഭയപ്പെടുന്നവർക്ക് തന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. മറ്റൊരു ഇംഗ്ലീഷ് വിഷയം പറയുകയാണ്, ലോർഡ് ബിക്കം ഫ്രണ്ട് വിത്ത്. അതായത് തന്നെ ഭയപ്പെടുന്നവരുമായി ദൈവം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു എന്നാണ് വചനം പറയുന്നതാണ്. അബ്രഹാം ദൈവത്തിന്റെ കൂട്ടുകാരനായിരുന്നു, അല്ലേ? ദൈവം അബ്രഹാമിന്റെ കൂട്ടുകാരനായിരുന്നു. എന്തുകൊണ്ടെന്നറിയാവോ? അബ്രഹാം ദൈവത്തിന് കൊടുത്തൊരു വിലയുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. ആ മലയിൽ തന്റെ മകനെ കത്തിക്ക് വെട്ടാൻ പോകുമ്പോൾ സ്വർഗം പറഞ്ഞൊരു വാക്കുണ്ട്, നീ നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി തരാൻ മടിക്കായി കൊണ്ട് നീ ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് അറിയുന്നു. അബ്രഹാം എന്തുകൊണ്ട് തന്നെ മകനെ കൊടുക്കാൻ തയ്യാറായത്? അവൻ ദൈവത്തെ ഭയപ്പെട്ടു. ആ ഭയം തന്നെയാണ് ദൈവമായുള്ള ഫ്രണ്ടായിരിക്കാൻ അവനെ സഹായിച്ചത്. വചനം പറയുന്നു, ദൈവം തന്നെ ഭയപ്പെടുന്നവർക്ക് തന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നു. സൊദോം ഗൊമോറയെ നശിപ്പിക്കാനായി ദൈവം തീരുമാനിക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യമുണ്ട്, എൻ്റെ സുഹൃത്തായ അബ്രഹാമിനോട് പറയാതിരിക്കാൻ എനിക്ക് പറ്റുമോ? എല്ലാ രഹസ്യങ്ങളും ദൈവം ഷെയർ ചെയ്യുന്നു. ദൈവത്തെ ബ്രോ എന്ന് പറഞ്ഞ് നടന്നാൽ രഹസ്യങ്ങൾ പങ്കുവയ്ക്കപ്പെടത്തില്ല. ദൈവം എൻ്റെ ബ്രോയാണ്, ശരിയാ, ബ്രോയൊക്കെയാണ്. പക്ഷേ നിന്റെ അകത്തൊരു റെവറൻസ് ഫിയർ ഉണ്ടോ? റെവറൻഷ്യൽ ഫിയർ ഉണ്ടോ? അവൻ ആരായിരിക്കുന്നു? നിന്റെ ദൈവം ആരാണ്? ആ റെവറൻഷ്യൽ ഫിയർ ഉണ്ടെങ്കിൽ, ആദ്യം നീ ആ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം ആക്കി വെച്ച ആളുകളെ നീ ബഹുമാനിക്കാൻ തുടങ്ങും. അവിടെ നീ ആരംഭിക്കും. ആ ഭയം, ആ ബന്ധം, ആ റെവറൻഷ്യൽ ഫിയർ ദൈവം നിനക്ക് രഹസ്യങ്ങളിലേക്കുള്ള വാതിലുകളെ തുറക്കും. ആ രഹസ്യങ്ങൾ നിന്നെ രാജാക്കന്മാരിൽ എത്തിക്കും. രാജാക്കന്മാരുടെയും ദേശപതികളുടെയും മുമ്പിൽ നിന്നെ എത്തിക്കുന്നത് ദൈവത്തിൻ്റെ രഹസ്യങ്ങളാണ്. ദൈവമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവികമായ ഭയത്തിൽ വളരുക. യേശുവോ ദൈവിക ഭയത്തിൽ വളരും. നാം ഓരോരുത്തരും യേശു പോലെ ഈ ഭൂമിയിൽ ദൈവിക ഭയത്തിൽ വളരും. ഹല്ലേലൂയ. സഭയ്ക്ക് പ്രാധാന്യമുണ്ട്, കൂടിവരവിന് പ്രാധാന്യമുണ്ട്, കൂട്ടായ്മകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ദൈവത്തിന് എല്ലാ സിസ്റ്റംസിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അതിൻ്റെ വാല്യൂ കൊടുക്കുക. പരിശുദ്ധമായ ദിവസങ്ങളിൽ സഭയെക്കുറിച്ചുള്ള അധികമായ വെളിപ്പാടുകൾ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിൽ വളരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.